നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മള് ഇന്നലെയൊക്കെ വിതുരരുടെ കാര്യങ്ങളെക്കുറിച്ച്, ഉപദേശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു അല്ലെ. വിതുരർ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ വിതുരർ കൊടുത്തത് ധൃതരാഷ്ട്രർക്ക് മാത്രമല്ല, നമ്മൾക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വിതുരരുടെ ഉപദേശം എന്ന് പറഞ്ഞാല് അത് വളരെ ഫേമസ് ആണ്. മഹാഭാരതത്തിൽ വളരെയധികം ഫേമസ് ആണ് വിതുരരുടെ ഉപദേശം. എത്രയായി അമ്മേ? ഒരുപാട് വലിയ ഒരു സംഭവ ബഹുലമാണ് വിതുരരുടെ ഉപദേശം. നമ്മൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്. 322 ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സനത് സുജാത മഹർഷിയുടെ ഉപദേശമാണ്. ഇങ്ങനെ ഒരു മഹർഷിയെ പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. അളകനന്ദ എന്ന് പറയുന്ന ഒരു നദിയാണ്, വളരെ പ്രസിദ്ധമായ ഒരു നദിയാണ്. ആ നദിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അളകനന്ദ എന്ന പേരിട്ടിരിക്കുന്നത് മീനുവാണ്. അപ്പോ സനത് സുജാത മഹർഷി ഇതാരാണ്? നമ്മൾ ഇങ്ങനെ ഒരു മഹർഷിയുടെ പേര് കേട്ടിട്ടില്ലല്ലോ. സനത് സുജാത മഹർഷി അല്ലെ. നമ്മൾ കുറെ മഹർഷിമാരെ പേര് കേട്ടിട്ടുണ്ട്. ധൃതരാഷ്ട്രര്, അമ്മ ഒന്ന് പതുക്കെ, ധൃതരാഷ്ട്രര് വിതുരരോട് പറയുന്നുണ്ട്, അല്ലയോ വിതുര, ഇതേവരെ ലൗകികമായിരിക്കുന്ന ധർമ്മങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് ലൗകികമായിരിക്കുന്ന? അതായത് ഈ ഭൂമിയിൽ ഇരിക്കുന്ന പല പല കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ധർമ്മങ്ങളെ പറ്റിയൊക്കെയാണ് അങ്ങ് സംസാരിച്ചിരിക്കുന്നത്. ആത്മവിദ്യയെ പറ്റി എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എന്താണ് ഈ ആത്മവിദ്യ? ആത്മവിദ്യയെ കുറിച്ചൊന്ന് നമ്മൾക്ക് അറിയണം, അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. വിജ്ഞേയങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയെല്ലാം, അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ വിജ്ഞാനപരമായിരിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ വിതുരർ വളരെ മനോഹരമായിട്ട് ലളിതമായ ഭാഷയിൽ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഇനി ആത്മജ്ഞാനം കൂടെ പറഞ്ഞു കൊടുക്കണം. എന്താണ് ആത്മജ്ഞാനം? അതുപോലെ അമർജിത്തിന്റെ അമ്മയ്ക്ക് കുറച്ച് വയ്യായികയുണ്ട്. ഒന്ന് അമർജിത്തിന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാൻ വിട്ടുപോയി. നിങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും എന്നോട് ചോദിക്കരുത്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആളെ കാണിച്ചു തരും. ഇപ്പോഴല്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ട്. വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞാനത് ലൈവിൽ പറയില്ല. ഒരു മാതാജിയും 2 മക്കളും. അവർക്ക് ഹസ്ബൻഡ് ഇല്ല. 2 ചെറിയ ആൺകുട്ടികളാണ്. അവര് വളരെയധികം വിഷമത്തോടു കൂടി മുന്നോട്ട് ഒരു വഴിയുമില്ലാത്ത ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്ന സ്ത്രീയാണ്. ഒരു നിവൃത്തിയുമില്ലാതെ, ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത, വഴിമുട്ടിയ ഒരവസ്ഥയിൽ അവരിന്ന് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു. ആ മക്കള് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു ചോദിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ആ മാതാജി കടന്നു പോകുന്നു. അവര് ഒരു അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും മഞ്ജരീസ് തന്നെ അവർക്കൊരു തൊഴില്, അവരൊരു സംഗീത അധ്യാപികയാണ്. അപ്പം ആ അധ്യാപികയ്ക്ക് മഞ്ജരീസ് തന്നെ ഉടനെ ഒരു ജോലി റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തൽക്കാലം അവരുടെ കുടുംബം കഴിയാനുള്ള സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം നിങ്ങൾക്കറിയാലോ, ആ ഒരു കുലത്തിൽ ജനിക്കുന്നവരെ സഹായിക്കുക എന്ന് പറയുന്നത് വളരെയധികം ധർമ്മമാണ്. അപ്പം അത്രയും വല്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലായതുകൊണ്ടാണ് മാക്സിമം ഞാൻ മഞ്ജരീസിലൂടെ തന്നെ ഇങ്ങനെയുള്ളവരെ സഹായിച്ചു പോകാറുണ്ട്. പക്ഷെ അവർക്ക് ഇനിയുള്ള ഒരു 2 മാസം പിടിച്ചു നിൽക്കണം. അതിന് ദയവായി നിങ്ങളെല്ലാവരും ഗുരുവായൂർ മഞ്ജരീസിലേക്ക് നിങ്ങളെ കൊണ്ടാവുന്ന ഒരു സഹായം എത്തിക്കുക. സഹായിക്കുന്നവരുടെ പേര് വിവരങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ അമ്മയെയും 2 മക്കളെയും നമുക്ക് സഹായിച്ചേ പറ്റൂ. വളരെ വിഷമത്തോടെയാണ് ആ മാതാജി കടന്നു പോകുന്നത്. വളരെ യങ്ങാണ് അവര്. 2 മക്കളുണ്ട്. ദയവായി, അവർക്ക് ഒരു നിവൃത്തിയില്ല. ജെന്യൂനായിട്ട് എനിക്ക് വളരെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അവര് നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട അടുത്ത ഒരാളാണ്. മഞ്ജരീസിന്റെ നട്ടെല്ലായി വന്ന ഒരാളാണ്. ഞാൻ ഉടനെ തന്നെ അധികം വൈകാതെ നിങ്ങൾക്ക് ആളെ ലൈവിൽ കാണിച്ചു തരും. ആ ആള് ഈ ലൈവിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പിഞ്ചു ഓമനകളെയും ആ അമ്മയെയും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ നമ്മൾ കൈവിടണ്ട. ഒറ്റപ്പെട്ട ആ വീട്ടിൻ്റെ ഉള്ളിൽ 2 പേരും ജോലിയില്ലാതെ, ഉണ്ടായിരുന്ന ജോലി അവര് ഒഴിവാക്കിയതാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അവർ ഒഴിവാക്കിയതാണ്. അത്രയ്ക്കും ധാർമ്മികമായിട്ട്, എന്താ പറയാ, എൻ്റെ ജിപേയിലേക്ക് ചെയ്തോളൂ അമ്മേ. ഞാനിപ്പോൾ തൽക്കാലം അവരുടെ ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല. ചില എന്താ പറയുക, ഒന്നുമല്ല,
ചെറിയൊരു സെക്യൂരിറ്റി പ്രോബ്ലം, അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ വൈകാതെ ആള് ലൈവിൽ വരും. ഞാൻ ലൈവിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ആളെ. ഇപ്പോഴല്ല, കുറച്ച് ഒരു 3-4 മാസം കഴിയട്ടെ. ഒരു 4 മാസത്തെ ടൈം എനിക്ക് വേണം. അത് അങ്ങനെയുള്ള കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് കൊണ്ടാണ്, മറ്റൊന്നും കൊണ്ടല്ല. അത് വലുതായിട്ടൊന്നും ചിന്തിക്കേണ്ട. ആ സെക്യൂരിറ്റി ഇഷ്യൂസ് എന്തായിരുന്നു എന്നുള്ളതും കൂടെ ഞാൻ അന്ന് നിങ്ങളോട് പറയും. അതുകൊണ്ട് ദയവായി ആ പാവത്തിനെ നമ്മൾക്ക് ഒരേപോലെ മനസ്സുകൊണ്ട് കൈകോർത്ത് സഹായിക്കണം. വളരെ അർജന്റാണ്. അവർക്ക് ഭക്ഷണത്തിന് പോലും വകയില്ലാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെന്റെ ഒരു വലിയ ദയാവായ്പായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ മഞ്ജരീസിന് വേണ്ടിയിട്ടോ എനിക്ക് വേണ്ടിയിട്ടോ യാതൊന്നും ഞാൻ ചോദിക്കാറില്ല. അതിന്റെ ആവശ്യവുമില്ല. ഞാൻ ജോലിക്ക് പോകുന്നു. എന്റെയും ഒരു കോൺട്രിബ്യൂഷൻ ഈ മാസത്തെ സാലറിയിൽ നിന്ന് ഞാൻ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ദയവായി എല്ലാവരും ഒരേ മനസ്സോടെ കൈകോർക്കുക. ഹരേ കൃഷ്ണ. നമുക്കൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് വേണ്ട സഹായം എത്തിച്ചു കൊടുക്കണം. ഹരേ കൃഷ്ണ. അപ്പം എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല്, നമ്മുടെ ആത്മജ്ഞാനം എന്താണ്? അതെ, ഞാനിപ്പോ പേര് പറയുന്നില്ല. ആള് നമ്മുടെ ലൈവിലുണ്ട്, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പേരിപ്പ പറയുന്നില്ല. ആളെയും പേരും ഒക്കെ ഞാൻ വിശദമായി ഒരു 4 മാസം കഴിയട്ടെ ഞാൻ പറയാം. ഓക്കെ? അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ സഹായിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. കാരണം അതിന്റെ പിന്നിൽ കുറച്ച് കഥകളുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് വിശദമായി പിന്നെ ഒരിക്കൽ സംസാരിക്കാം. ഇപ്പോൾ ഞാനത് പറയുന്നില്ല. അത് കേട്ടാൽ നിങ്ങൾക്കും സങ്കടമാവും. കാരണം അത് മഞ്ജരീസുമായി ബന്ധപ്പെട്ട വിഷമങ്ങളാണ്. കാരണം അതുകൊണ്ട് ആ പാവത്തിനെ നമ്മൾ സഹായിക്കണം. കേട്ടോ? അപ്പോൾ നമുക്ക് എന്താണ് ആത്മജ്ഞാനം എന്നും കൂടി ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? ആത്മജ്ഞാനം എന്താണെന്ന് ഉപദേശിച്ചു കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാവരും 9342494941 മെസ്സേജ് ഇട്ടോളൂ. ഞാൻ ഡീറ്റെയിൽ തരാം. അപ്പം എന്താണ് ആത്മജ്ഞാനം? അതാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. ആരോട്? വിതുരരോട്. അപ്പൊ വിതുരര് പറയാണ്, രാജാവേ, ആത്മവിദ്യയെ പറ്റി പറയാൻ ശൂദ്രനായ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. ഞാൻ ശൂദ്രനാണ് ധൃതരാഷ്ട്ര മഹാരാജാവേ. ആത്മവിദ്യയെ പറ്റി ഞാൻ എന്ത് പറയാനാണ്? അനുമാതാജി സമാധാനപ്പെടൂ. ഞാൻ എന്ത് പറയാനാണ്? എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളുണ്ട്. വളരെ ബുദ്ധിയുള്ള കൂട്ടത്തില് ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളുണ്ട്. അത് സനത് സുജാത മഹർഷിയാണ്. നമുക്ക് അദ്ദേഹത്തോട് ആത്മീക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എനിക്ക് അത്രയ്ക്ക് പറഞ്ഞു തരാൻ കഴിയില്ല, കാരണം ഞാൻ ശൂദ്രനായിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്താം. ആരെ? നമ്മുടെ സനത് സുജാത മഹർഷിയെ. അതിനുശേഷം നമ്മുടെ സനത് സുജാത മഹർഷിയെ വിതുരൻ എന്ത് ചെയ്തു? ധ്യാനിച്ച ഉടനെ നല്ല അറിവും പരേങ്കിതജ്ഞനുമായിരിക്കുന്ന മഹർഷി വിതുരർ ധ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അവിടെ എത്തി. സതീശൻ പ്രഭു മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടു കേട്ടോ. എന്താ പറയുന്നത്? നേരെ വിതുരര് ധ്യാനിച്ച ഉടനെ തന്നെ അവിടേക്ക് എത്തി. ആര്? നമ്മുടെ സനത് സുജാത മഹർഷി. വിതുരർ അദ്ദേഹത്തെ വേണ്ടതുപോലെയൊക്കെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, എന്താണെന്നറിയാമോ ഭഗവാൻ, ധൃതരാഷ്ട്രരുടെ മനസ്സിൽ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് കുറേ സംശയങ്ങളുണ്ട്. നമ്മളുടെ മനസ്സിലും ഉണ്ട് ആത്മീക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ, അല്ലെ? അത് തീർത്തു കൊടുക്കാൻ അങ്ങേക്ക് ദയവുണ്ടാവണം. അങ്ങയുടെ ഉപദേശങ്ങൾ കേട്ട് ദുഃഖമെല്ലാം പോയിട്ട് അദ്ദേഹം ഒന്ന് സ്വസ്ഥനാവട്ടെ. നമുക്കും ഇതുപോലെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അപ്പൊ ഈ ദുഃഖങ്ങളൊക്കെ നമുക്കും മാറ്റണം. അതിന് സനത് സുജാത മഹർഷിയുടെ ഉപദേശം നമ്മൾക്കും അനിവാര്യമാണ്. അപ്പോ വിതുരരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മുടെ ധൃതരാഷ്ട്രർ മഹർഷിയോട് ചോദിക്കുകയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് ഈ മഹർഷിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹർഷി സത്തമ, മരണമില്ലെന്ന് അങ്ങ് അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം ഇല്ല എന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. മരണത്തെ ജയിക്കാനായിട്ട് ഇന്ദ്രനും വിരോചനനും പ്രജാപതിയുടെ അടുത്ത് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് താമസിച്ചതായിട്ടും പറയുന്നുണ്ട്. അങ്ങല്ലേ പറഞ്ഞ മരണം ഇല്ലാന്ന്. അപ്പൊ മരണത്തെ ജയിക്കാൻ ഇവര് രണ്ടുപേരും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുമുണ്ട്. അപ്പൊ വാസ്തവത്തിൽ മരണം ഉണ്ടോ ഇല്ലേ? ഇതാണ് എന്റെ സംശയം. ലൗകികനായിരിക്കുന്ന സംസാരിയുടെയും, അതായത് ഈ ലോകത്ത് നമ്മളെ പോലെ ജീവിക്കുന്ന സംസാര ദുഃഖങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയുടെയും ബ്രഹ്മജ്ഞനായിരിക്കുന്ന യോഗിയുടെയും ദൃഷ്ടിയിൽ
നമ്മളെപ്പോലെ സാധാരണക്കാരനായിരിക്കുന്ന ആളുകളുടെയും നല്ല വലിയ യോഗിയുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ, അവരുടെ നോട്ടത്തിൽ, ദൃഷ്ടിയിൽ മൃത്യു ഒന്നല്ല. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ രണ്ടുപേരും കാണുന്ന കാഴ്ചപ്പാട് ഒന്നല്ല. ആരാണ് ഈ രണ്ടുപേര്? നമ്മളെപ്പോലെ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരും ഒപ്പം എന്താണ് ഈ വലിയ ഉയർന്ന യോഗി വര്യന്മാരായിരിക്കുന്ന ആൾക്കാരും. ഇവർ രണ്ടുപേരും മരണത്തെ കാണുന്ന കാഴ്ചപ്പാട് ഒന്നല്ല, രണ്ട് വിധത്തിലാണ്. എന്തായിരിക്കും? ദേഹപ്രാണവിയോഗത്തെ ലൗകികർ മരണം എന്ന് പറയുന്നു. അതായത് നമ്മളുടെ ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പറയുന്നത് എന്താണ്? മരണം എന്നാണ് പറയുന്നത്. സംസാരബന്ധത്തോടു കൂടിയ ജീവിതമാണ് മൃത്യു എന്ന് ജ്ഞാനികളും പറയുന്നു. സംസാര ബന്ധത്തോടു കൂടി, അതായത് ഈ ലോകത്ത് നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഉള്ള ആ ബന്ധത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് മരണമെന്ന് യോഗികൾ പറയുന്നുണ്ട്. അതിനെ ജയിക്കാനാണ് ജ്ഞാനികൾ ഉപദേശിക്കുന്നത്. എന്തിനെ ജയിക്കാൻ? നമ്മുടെ ഈ ഒരു ലോകത്ത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പല പല കർമ്മങ്ങളിൽപ്പെട്ട് വേദനിച്ച് നമ്മൾ രോഗദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് ഇങ്ങനെ അലഞ്ഞ് ശാന്തിയും സമാധാനവും ഇല്ലാതെ ജീവിച്ചു പോണേ. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. സ്വമേധയാ നമ്മൾ പോലും അറിയാതെ എന്താ പറയാ അങ്ങനെ കടന്നു വരുന്ന മരണത്തെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടൂ. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ സാധാരണഗതിയിൽ നമ്മളെ പ്രാപിക്കുന്ന മരണം അത് സ്വീകരിക്കാനാണ് നമ്മളോട് യോഗികൾ പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനമാണ്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റിന്റെ ഫലം അനുഭവിക്കാനാണ് ഈ ജന്മം നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര അനുഭവമായി പോകുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ, അല്ലെ? അപ്പം ആ ജീവിതത്തിൽ നിന്നൊരു മോചനം, അതിന് ആത്മഹത്യയല്ല പരിഹാരം. സ്വമേധയാ കടന്നു വരുന്ന മരണം, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയം തീർന്ന് നമ്മുടെ അരി തീർന്നിട്ട് കടന്നു വരുന്ന മരണം, അത് നമുക്ക് എന്താണ്? ഒരു വലിയൊരു ഐശ്വര്യമാണ്, അല്ലെ? അങ്ങനെ ഒരു ഐശ്വര്യം അത് നമ്മളോട് എന്താ പറയാ സ്വീകരിക്കാനാണ് ആര് പറയുന്നത്? ജ്ഞാനികൾ പറയുന്നത്. ഓക്കെ സുധിപ്രഭു. അപ്പോ എന്നിട്ട് സനത് സുജാത മഹർഷി അതേക്കുറിച്ച് അങ്ങ് ഉപദേശിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ മൃത്യുവും അമൃത്യുവും, അതായത് മരണവും മരണമില്ലാത്ത അവസ്ഥയും, അല്ലെങ്കിൽ ജനനം എന്ന് പറയാം, രണ്ടും സൃഷ്ടിയുടെ തുടക്കം മുതലേ ഉണ്ട്. മരണവും ജനനവും സൃഷ്ടി ആരംഭിക്കുന്ന ആ സമയം മുതലേ ഉണ്ട്. രണ്ടും പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന ധർമ്മങ്ങളോട് കൂടിയതാണ്. എന്താണ്? ജനനവും ഒരു ധർമ്മമാണ്, മരണവും ഒരു ധർമ്മമാണ്. ഈ നിലയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നല്ലാതെ രണ്ടും ഉണ്ടെന്നുള്ള സത്യം എങ്ങനെ ശരിയാവും? ജനനമുണ്ട്, മരണമുണ്ട്, അല്ലെ? ജനിച്ചിട്ടുണ്ടോ? ജനിക്കും. മരിച്ചിട്ടുണ്ടോ? മരിക്കും. ജനിച്ചവൻ മരിക്കും, മരിച്ചവൻ കർമ്മഫലം കൊണ്ട് ജനിക്കും. അപ്പം സാധാരണക്കാര് മരണത്തെ കാണുമ്പം അയ്യോ തീർന്നു, എൻഡ്, അവസാനിച്ചു, കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഒരു ആത്മീയ ജീവിതത്തിന്റെ തുടക്കമാണ് മരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സംസാര ബന്ധനങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് മരണം എന്ന് പറയുന്നത്. യോഗികൾ അതിനങ്ങനെയാണ് കാണുന്നത്. ആത്മാവിലും അനാത്മാവിലും വിപരീത ഭാവനകൾ ഉളവാക്കുന്നതാണ് മോഹം. അതുതന്നെയാണ് അവിദ്യ. അതായത് ആത്മാവിലാണെങ്കിലും ശരി, ശരീരം കൊണ്ടാണെങ്കിലും ശരി, നമ്മൾ ഒരുപാട് മോഹിക്കും, അല്ലെ? ഈ മോഹങ്ങൾ നമ്മുടെ ജീവിതം നശിപ്പിക്കും. അതുകൊണ്ട് മോഹം വേണ്ട. അത് അറിവില്ലായ്മയാണ്, അജ്ഞാനമാണത്. ഒരുപാട് മോഹിക്കുക എന്ന് പറയുന്നത് അജ്ഞാനമാണ്. അതാണ് മൃത്യു എന്ന് ജ്ഞാനികൾ പറയുന്നു. ശരിയാണ്. കാരണം അങ്ങനെ അങ്ങ് മോഹിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം നശിക്കുകയാണ്. അത് മൃത്യുവാണ്, അവസാനമാണ്, ഒടുക്കമാണ്. അറിവുള്ളവർ പറയും മോഹത്തെ, അതായത് അജ്ഞാനത്തെ, ഈ അജ്ഞാനമാണ് മരണം എന്ന് പറയുന്നത്, അറിവില്ലായ്മയാണ് മരണം എന്ന് പറയുന്നത്. അറിവുള്ള വ്യക്തി മരണത്തെ എപ്പോഴും സ്വീകരിക്കുന്നത് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ഈ സംസാര സാഗര ദുരിത ബന്ധനത്തിൽ നിന്നൊരു മോചനം. അതാണ് ജ്ഞാനികൾ മരണത്തെ പറയുന്നത്. പിന്നെന്താ പറയുന്നത്? പ്രമാദം മൃത്യു എന്നും അപ്രമാദം അമൃതത്വം എന്നുമാണ് പറയുന്നത്. ജനിച്ചാൽ ഒരു മരണം സുനിശ്ചിതമാണ്.
പക്ഷെ അത് ആത്മഹത്യ ആവാൻ പാടില്ല. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മരണം വരും, അത് അവസാനമല്ല. നമ്മൾ അത്ര നാളും ചെയ്ത പ്രവൃത്തിയുടെ ഫലം എന്താണോ ആ ഫലം ഭഗവാൻ നോക്കിയിട്ട് ഒരു വിധി എഴുതും, വീണ്ടും ജനിക്കണോ വേണ്ടേ എന്നൊരു വിധി. അതല്ല നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സാത്വിക മനോഭാവത്തോടു കൂടിയാണ് ജീവിച്ചതെങ്കിൽ നമുക്കത് ആത്മീയ ജീവിതത്തിന്റെ തുടക്കമാണ്. ക്ലിയർ? പ്രമാദത്തിൽ നിന്ന് മോഹമുണ്ടാകും, അതായത് അജ്ഞാനം, അറിവില്ലായ്മയിൽ നിന്നാണ് നമുക്ക് മോഹങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ അറിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അമിതമായി മോഹിക്കില്ല, ഒന്നും മോഹിക്കില്ല. അമിതമായിട്ട് ഒരു ആഗ്രഹവും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. അതിൽ നിന്ന് അഹങ്കാരം വരും, അല്ലെ? അറിവില്ലായ്മയിൽ നിന്നാണ് മോഹം ഉണ്ടാവുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത്. ആ ആഗ്രഹങ്ങളിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. നോക്കാൻ ചെയ്യാമേ, സമാധാനിക്കും. ആ അഹങ്കാരത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? സംസാര ബന്ധമുണ്ടാവുന്നത്. ആ ബന്ധത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനെന്ന ഭാവത്തിൽ അങ്ങ് അഹങ്കരിച്ച് ജീവിക്കും. ആ അഹങ്കാരത്തിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? സംസാര ബന്ധനങ്ങൾ ഉണ്ടാവും, അല്ലെ? അതിൽ നിന്നുണ്ടാവുന്നത് ദുഃഖമാണ്. അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മളുടെ അറിവില്ലായ്മ എടുത്ത് ബാസ്ക്കറ്റിലിടുക. നമ്മൾക്ക് ഭഗവാൻ ഗീതയിലൂടെയും ഭാഗവതത്തിലൂടെയൊക്കെ ഒരുപാട് അറിവുകൾ പകർന്നു തരുന്നുണ്ട്. ആ അറിവുകളിലൂടെ നമ്മൾ ജീവിക്കുക. നമ്മൾ ഒരിക്കലും അഹങ്കാര മനോഭാവത്തോടു കൂടി ജീവിക്കരുത്. നമ്മൾ ഒരിക്കലും സംസാര ബന്ധങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള അഹങ്കാര തുല്യമായിരിക്കുന്ന കുറേ വ്യക്തിബന്ധങ്ങളുണ്ട്, ആ വ്യക്തിബന്ധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കരുത്. നമ്മൾ ഏറ്റവും താഴ്മയിൽ ജീവിച്ചു പോവുക. താഴ്മയിലൂടെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുകയാണെങ്കിൽ സമാധാനമാണ്, ഈശ്വരനാണ്. പക്ഷെ ഉയർന്ന് ജീവിച്ചു വരുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുക? ദുഃഖമാണ് ലഭിക്കുക. മോഹമാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ സാമ്പത്തികമായി ഉയരണം 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 എന്നുള്ള ആക്രാന്തത്തോടു കൂടി പോണത്. പക്ഷെ മോഹമില്ലാത്തൊരു വ്യക്തി ആത്മീയമായിട്ട് ഉയരാനേ ശ്രമിക്കും. മോഹമില്ലാത്തൊരു വ്യക്തി ആത്മീയമായിട്ട് ഉയരാൻ ശ്രമിക്കും, സാമ്പത്തികമായി ഉയരാൻ ശ്രമിക്കില്ല. അങ്ങനെ സാമ്പത്തികമായി ഉയരുന്നൊരു വ്യക്തിക്ക് എന്താ ഉണ്ടാവുന്നത്? ദുഃഖമാണ് ഉണ്ടാവുന്നത്, സുഖമല്ല. സാമ്പത്തികമായി ഉയരുന്ന വ്യക്തിക്ക് ദുഃഖമുണ്ടാവും. കാരണം എന്താ? സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അഹങ്കാരം വർദ്ധിക്കും. അഹങ്കാരം വർദ്ധിക്കുന്ന വ്യക്തിക്ക് ദുഃഖം ഉറപ്പാണ്, യാതൊരു സംശയവും ഇല്ല. അതേസമയം എനിക്ക് സമ്പത്തല്ല വലുത്, എനിക്ക് വലുത് ആത്മീയ ജ്ഞാനമാണ്, അറിവാണ് എന്ന ബോധത്തോടു കൂടി ഉയരാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് സമ്പത്തില്ലെങ്കിലും ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാവും. സമ്പത്തിന്റെ ഒരു കുറവേ ഉള്ളൂ, പക്ഷെ എന്നാലും ആ വ്യക്തിക്ക് ഒരു സമാധാനം ഉണ്ടാവും. സമ്പത്തില്ലാത്ത കാര്യത്തിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് ഭഗവാൻ എങ്ങനെങ്കിലും പ്രശ്നങ്ങളോ ആവശ്യങ്ങളോ ഒക്കെ വരുമ്പോൾ എങ്ങനെങ്കിലും തട്ടി നീക്കി ആരെങ്കിലുമൊക്കെ സഹായിച്ചത് അങ്ങ് തീർക്കും, അല്ലേ? ആ വ്യക്തി ആത്മീയമായി ഉയരാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ തന്നെ ആ വ്യക്തിയുടെ പോരായ്മകളെ തീർത്തു കൊടുക്കും, ജീവിതത്തിലെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കും. അപ്പൊ അവനിൽ അഹങ്കാരം വർദ്ധിക്കില്ല. ഇത് ഭഗവാൻ നൽകിയതാണ് എന്നൊരു ബോധം ആ വ്യക്തിക്കുള്ളിൽ ഉണ്ടാവും. അതാണ് വേണ്ടത്. ഓക്കെ. മൃത്യു മനസ്സ് വിഷയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അവയുടെ ഗുണങ്ങളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. സംസാരം, നമ്മൾ സംസാരിക്കുമ്പോൾ മൃത്യു അല്ലെങ്കിൽ മരണം, മനസ്സ്, ഇതൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ കടക്കുകയാണെങ്കിൽ നമ്മൾ ആ വിഷയങ്ങളെ ഗുണങ്ങളെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ നോക്കാം പ്രഭു, കുറച്ച് ദിവസമായിട്ട് അന്നദാനങ്ങൾ പെൻഡിങ് ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാം ലൈവ് ഇട്ടേ കൊടുക്കും, സമാധാനത്തോടെ ഇരുന്നോളൂ. കോള് വരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ. അപ്പൊ ഇങ്ങനെയുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ദയവായി മഞ്ജരീസിലേക്ക് ഇടൂ കേട്ടോ, ലൈവ് ക്ലാസ്സിൽ ഇടല്ലേ ആരും. കാരണം എന്താ പറയുക, ഞാനത് വായിക്കുന്നു പിന്നെ അതിലേക്ക് ടോക്ക് പോകുന്നു, നമ്മുടെ സമയം പോയി പോകും. അതുകൊണ്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ മഞ്ജരീസിലേക്ക് ഇട്ടോളൂ, ഞാൻ മെസ്സേജ് നോക്കിക്കോളാം. ഓരോരോ മെസ്സേജായിട്ട് നോക്കുന്നുണ്ട്. എന്താ പറയാ, ശ്വാസം വിടാൻ പോലും സമയമെടുക്കാതെ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പല പല സർവീസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജിൽ ഇട്ടോളൂ, അതിനുള്ള റിപ്ലൈ കിട്ടും. ലൈവിലിടല്ലേ, നമ്മുടെ ക്ലാസ്സിന്റെ സമയം പോയി പോകും. ക്ലാസ്സിന്റെ സമയത്ത് ക്ലാസ് മാത്രം. ഓക്കെ. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ വരുന്ന എന്ത് കാര്യവും, മൃത്യു ആവട്ടെ അല്ലെങ്കിൽ സംസാരമാകട്ടെ, ഇങ്ങനെ പല പല വിഷയങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കണം.
എന്താണ് ഈ മൃത്യുവിനെ കൊണ്ടുള്ള ഒരു ഗുണം? എല്ലാ കാര്യത്തിനും ഒരു ഗുണവും ഒരു ദോഷമുണ്ട് അല്ലെ? എല്ലാത്തിനും ഒരു ഗുണവും ഒരു ദോഷമുണ്ട്. പക്ഷെ മൃത്യുവിനെ കുറിച്ചുള്ള ഗുണം ആരും ചിന്തിക്കില്ല. മൃത്യു എന്ന് പറഞ്ഞാൽ അതൊരു ദോഷമാണ്, ഒരു നെഗറ്റീവാണ്, നമ്മളിൽ നിന്ന് ആ വ്യക്തി പോയി, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ആ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗുണം, ആ വ്യക്തി ഈ ഒരു ദുരിതങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ദുരിതങ്ങളിൽ നിന്നുള്ള ഒരു മോചനം, ആ ആത്മാവിനൊരു മോചനം ലഭിക്കുകയാണ്. അങ്ങനെ നമ്മൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അതിന്റെ ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ആ സങ്കല്പം, അപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരുപാട് പണം വേണം, ഒരുപാട് സ്വത്ത് വേണം, അങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നമ്മൾ ആ ഒരു ധിക്കാര മനോഭാവത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് അഹങ്കാരം വർദ്ധിക്കും. ആ അഹങ്കാരത്തിൽ നിന്ന് കാമം ഉണ്ടാവും. ആ കാമത്തിൽ നിന്ന് എന്താ ഉണ്ടാവുന്നത്? ദുഃഖമാണ് ഉണ്ടാവുന്നത്. ഉറപ്പായിട്ടും ദുഃഖമാണ് ഉണ്ടാവുന്നത്. അല്ലാതെ അവർക്കൊരു സുഖം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. പ്രവർത്തികൾക്ക് കാരണം കാമമാണ് അല്ലെ? കാമം നിറഞ്ഞൊരു വ്യക്തി, ഞാൻ പറയട്ടെ, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോ പ്രസവിച്ച ഒരു സ്ത്രീക്ക് പ്രസവവേദനയെ കുറിച്ച് പറയാൻ പറ്റും അല്ലെ? പ്രസവിച്ച ഒരു സ്ത്രീക്ക് പ്രസവ വേദനയെ കുറിച്ച് പറയാൻ പറ്റും, ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഒരു സംശയവും. എങ്ങനെ വേണമെങ്കിലും ആ സ്ത്രീക്ക് അതേക്കുറിച്ച് വാചാലയാവാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ ക്യാൻസർ വന്ന ഒരാള് കീമോ ചെയ്തിട്ടുണ്ടെങ്കിൽ കീമോയ്ക്ക് വിധേയമായ ആ വ്യക്തിക്ക് കീമോയുടെ അവസ്ഥകളെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. ശരിയല്ലേ? പ്രസവിക്കാത്ത ഒരു സ്ത്രീക്ക് എങ്ങനെ പറഞ്ഞാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, ഗർഭകാലങ്ങളിലുള്ള അസ്വസ്ഥതകളെ കുറിച്ച് അവർക്ക് അധികം പറയാൻ പറ്റില്ല. അവര് പറയും ഛർദിയൊക്കെ കാണും, പക്ഷെ ആ അവസ്ഥ അവർക്ക് വിവരിക്കാൻ കഴിയില്ല. അതുപോലെ പ്രസവ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവർക്ക് വിവരിക്കാൻ പറ്റില്ല. കീമോ ചെയ്ത വ്യക്തിക്ക് ആ അവസ്ഥയെ കുറിച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാമം അനുഭവിച്ച വ്യക്തിക്ക് കാമത്തെ കുറിച്ച് പറയാൻ പറ്റും, അല്ലാത്ത ഒരാൾക്ക് പറയാൻ പറ്റില്ല. ശരിയല്ലേ? ചില ആളുകള് എന്താ പറയാ, ഞാൻ ചില വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് സംസാരിക്കുമ്പം അവര് മേ ബി ബ്രഹ്മചാരികളായിരിക്കാം, പക്ഷേ അവര് സംസാരിക്കുമ്പം കാമം, പ്രേമം, കല്യാണം ഇതേക്കുറിച്ചൊക്കെ അവര് സംസാരിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർക്ക് എങ്ങനെയാണ് ഇത് സംസാരിക്കാൻ പറ്റും? ഭയങ്കര വാചാലമായിരിക്കും അവർക്ക് സംസാരിക്കുക. അതിന്റെ എല്ലാ ഭാവങ്ങളെയും കുറിച്ച് അവർ വ്യക്തമായി പറയും. നമ്മളൊരു വിഷയം പഠിച്ചാലും അനുഭവിച്ചാലുമേ നമുക്കത് പറയാൻ പറ്റൂ. പക്ഷെ പഠനം കൊണ്ട് പറയാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ് അനുഭവം കൊണ്ട് പറയാൻ പറ്റുന്നത് അല്ലെ? അപ്പൊ അത് അനുഭവിക്കാത്ത ഇങ്ങനെയുള്ള വ്യക്തികൾ എങ്ങനെ അതേക്കുറിച്ച് സംസാരിക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ അടുത്ത് ഏതോ ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ, അവര് സ്വന്തമായിട്ട് കറൻസി ഒക്കെ ഉണ്ടാക്കി ഏതോ നാട്ടിലൊക്കെ എന്താ പറയാ സ്വന്തം രാജ്യമൊക്കെ നേടി അവരങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിന്റെ ടോക്ക് ചില സമയത്ത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ആ ടോക്കിലൊക്കെ അദ്ദേഹം അതേക്കുറിച്ചൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ചുറ്റും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്നാൽ അദ്ദേഹം സ്വാമിയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് അങ്ങനെയുള്ള വികാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? നമ്മുടെ ശ്രീല പ്രഭുപാജിയും ജയപതാക മഹാരാജും ഒക്കെ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്, അതേക്കുറിച്ചൊന്നും അധികം സംസാരിച്ചിട്ടില്ല. കാരണം അവർക്ക് അങ്ങനത്തെ വികാരങ്ങൾ അറിയില്ല. ഈവൻ നമ്മുടെ ശ്രീല പ്രഭുപാജി പറഞ്ഞാൽ ഓക്കെ, കാരണം അദ്ദേഹം കല്യാണം കഴിച്ച മക്കളുള്ളതാണ്. ചിലർ ബ്രഹ്മചാരികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവർ അതേക്കുറിച്ച് സംസാരിക്കും. എങ്ങനെ? അപ്പൊ നമ്മൾ അതേക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ചെയ്യാമേ, നമ്മൾ അതേക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അപ്പൊ ഓരോ വാക്കും നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ. ചിന്തിച്ചു മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതെ ശനി മാതാജി, ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം, അല്ലാതെ നമ്മൾ മനസ്സിലാക്കരുത്. അപ്പൊ ഈ ഒരു ആഗ്രഹങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹങ്ങളുടെ ഒരു എന്താ പറയാ ഗതി അല്ലെങ്കിൽ വഴി എന്ന് പറയുന്നത് കാമമാണ്. അവസാനം കാമത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും, കാമത്തിനും പണത്തിനും വേണ്ടി അവർ എന്തും ചെയ്യുന്ന ഒരവസ്ഥ വരും.
ഇത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന എന്താണ്? ദുഃഖമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നീട് സ്വന്തം സ്വരൂപത്തിൽ നിന്ന് പതനം നേരിടും, അല്ലെ? അവസാനം അവരുടെ ജീവിതത്തിൽ തന്നെ അവർ പതനം നേരിടും. അതുകൊണ്ട് സങ്കല്പങ്ങളെയൊക്കെ നമ്മൾ വർജിക്കണം എന്നാ പറയുന്നത്. ഇതിങ്ങനെ എങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ എങ്ങനെ ആയിരിക്കും, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും വേണ്ട. സങ്കല്പങ്ങളെയൊക്കെ നമ്മൾ ഒഴിവാക്കണം. നേരായ വഴിക്ക്, നേരിട്ട് നേർമയുടെ വഴിക്ക് ധർമ്മത്തോടു കൂടി പോണം. സങ്കല്പാതീതമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് കൊണ്ടുപോയി കളയണം. നമ്മളുടെ സങ്കല്പങ്ങളും അങ്ങനെ സങ്കല്പങ്ങളിലൂടെ ചിന്തിച്ച് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നത്, ആ ഒരു ഇമാജിനേഷൻ സ്വയം ചിന്തിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ഉണ്ടാവരുത്, അത് ഒഴിവാക്കണം. സങ്കല്പമാണ് സർവ്വ ആപത്തുകൾക്കും കാരണം. അതും ഇവിടെ പറയുന്നുണ്ട് മഹാഭാരതത്തില്. നമ്മൾ സങ്കല്പിച്ച് കൂട്ടും, ഇന്ന് എന്റെ ഭർത്താവ്, ഞാൻ വിളിച്ചിട്ട് ആള് ഫോൺ എടുത്തില്ലല്ലോ, എന്തായിരിക്കും അയാൾ ഫോൺ എടുക്കാത്തത്? ഓഹോ, അപ്പൊ അയാള് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവും, ഇന്ന ആളെ കാണാൻ പോയിട്ടുണ്ടാവും, ഇന്നടത്തേക്ക് പോയിട്ടുണ്ടാവും എന്നായിരിക്കും നമ്മൾ സങ്കല്പിച്ച് കൂട്ടുക, അല്ലെ? ഞാൻ വിളിച്ച സമയത്ത് അയാൾ ഫോൺ എടുത്തില്ല, ഓൺലൈനിലുണ്ടായിരുന്നു, എനിക്ക് മെസ്സേജ് അയച്ചില്ല. ചില സമയത്ത് പെട്ടെന്ന് ഓൺലൈനിൽ വന്നത് വല്ല എമർജൻസി കോണ്ടാക്ട് നമ്പർ ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും അക്കൗണ്ട് നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാൻ, അങ്ങനെ പല 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 ആവശ്യങ്ങൾക്കായിരിക്കും. ഇന്ന് നന്ദൂട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് അലങ്കാരം ഭംഗിയായിരിക്കുന്നത്. അപ്പോ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സങ്കല്പങ്ങളാണത്. അപ്പൊ ഈ സങ്കല്പങ്ങൾ കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? സർവ്വ ആപത്തുകൾക്കും കാരണമായിരിക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് സങ്കല്പിക്കരുത് നമ്മൾ ഒരിക്കലും. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉടനെ ഇവർ തമ്മിൽ എന്തോ ഉണ്ട്, അല്ലെ? ഒരു കള്ളൻ, ആ കള്ളൻ കട്ടിട്ട് ഇങ്ങനെ പോവാണ്, പോണ വഴിയിൽ കള്ളൻ ചിന്തിക്കും, ആരോ വരുന്നുണ്ട്, ഉടനെ അയാൾ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് മൂത്രം ഒഴിക്കാൻ ഇരിക്കുന്ന പോലെ ഒരു ആക്ഷൻ കാണിക്കും. എന്നിട്ട് അവര് പോയോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം ആ കള്ളൻ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരാൾ മൂത്രം ഒഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ഈ കള്ളൻ എന്താ ചിന്തിക്കുക? ഇവൻ ഇവിടെ കക്കാൻ വന്നിരിക്കുകയായിരിക്കും. ഇതാണ് സങ്കല്പം. ഇങ്ങനെയുള്ള മനസ്സിന്റെ സങ്കല്പങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഈ സങ്കല്പങ്ങളെ കൊണ്ടുപോയി നമ്മൾ കളഞ്ഞിട്ടില്ല എങ്കിൽ സർവ്വ ആപത്തുകൾക്കും ആ സങ്കല്പം കാരണമാവുമെന്നാണ് ഇവിടെ പറയുന്നത്. പ്രമാദം തന്നെയാണ് മൃത്യു. പ്രമാദം കൂടാതെ ഇരിക്കുന്നതിന് കാമബീജമായിരിക്കുന്ന സങ്കല്പത്തെ ജയിക്കണം. പ്രമാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ, അജ്ഞാനം. അത് തന്നെയാണ് മരണം എന്ന് പറയുന്നത്. അറിവില്ലാതെ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് മരണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന ശരീരം നശിച്ചു പോകുന്ന അവസ്ഥയല്ല മരണം എന്ന് പറയുന്നത്. അറിവില്ലാതെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ ഓരോരുത്തർ പോയി പെടുന്നുണ്ട്, അല്ലെ? എന്തെല്ലാം പ്രശ്നങ്ങളിൽ പോയി ഓരോരുത്തർ പെടുന്നുണ്ട്. ഓരോരോ മോഹന വാഗ്ദാനങ്ങൾ കിട്ടുമ്പോഴേക്കും നമ്മൾ അതിൽ തലയും കുത്തി വീഴും. ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്, അപ്പൊ നമുക്ക് ഇങ്ങനെയാവാം അങ്ങനെയാവാം. പിന്നെ അങ്ങ് മനസ്സിൽ സങ്കല്പിച്ച് കൂട്ടുകയാണ് ഓരോരോ കാര്യങ്ങൾ. അവസാനം ഒന്നും ഇല്ലാതെ മൂക്കും കുത്തി താഴെ വീഴും. അപ്പൊ ദുഃഖം വരും. ആ ദുഃഖത്തിൽ നിന്ന് ക്രോധം ജനിക്കും. ആ ദേഷ്യത്തിൽ നിന്ന് എന്താ വരിക? വാശിയായി, പ്രതികാരമായി. അതാണ് സർവനാശം. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? അറിവില്ലായ്മ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റേണ്ടത് എന്താണ്? അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയെ എടുത്തു മാറ്റിയാൽ നമ്മുടെ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോകും. കർമ്മഫലദാതാവായിരിക്കുന്ന യമനാണ് മൃത്യു എന്ന് ചിലർ പറയുന്നുണ്ട്. ഇനി ചില ആൾക്കാർ പറയും, കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫലം തരാൻ വേണ്ടി വരുന്ന യമരാജാവാണ് മരണം എന്ന് പറയുന്നത്. ഇങ്ങനെയും ആളുകൾ പറയുന്നുണ്ട്. അജ്ഞാനാഖ്യമായ മൃത്യു അല്ലാതെ വേറെ ഒരു മൃത്യു ഉണ്ടെന്ന് പറയുന്നവർ മൂഢന്മാരാണ്. ഒരു മൃത്യു ഇല്ല, അറിവില്ലായ്മയാണ് മൃത്യു എന്ന് പറയുന്നത്. അറിവില്ലായ്മയുടെ കോട്ടയാണ് മൃത്യു എന്ന് പറയുന്നത്. അതാണ് മരണം. അറിവില്ലായ്മ കൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ കിട്ടിയ നിമിഷങ്ങളാണ് നമ്മൾ നശിപ്പിക്കുന്നത്. ഇതാണ് മരണം. ജീവിക്കാൻ ഭഗവാൻ തന്നിരിക്കുന്ന നല്ല നിമിഷങ്ങളെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ക്ഷമയോടും കൂടി ജീവിക്കുക. അതാണ് ജീവിതം. അല്ലാതെ അറിവില്ലാതെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു കൂട്ടി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾ നശിപ്പിക്കുന്നത് എന്താണ്? മരണമാണ്. ജയ് ഗുരുദേവ്. മരണമാണ്. മനസ്സിലായി? ആ മരണത്തെ നമ്മൾ ഒരിക്കലും ഏറ്റുവാങ്ങരുത്. കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവർക്ക് സംസാര സാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മളൊരു പ്രവൃത്തി ചെയ്തു, അപ്പം ഞാൻ വിചാരിക്കണം, ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പൊ എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫലം കിട്ടണം. അറ്റ്ലീസ്റ്റ് എന്റെ ജീവൻ നിലനിർത്താനുള്ള പൈസയോ അന്നോ എന്തെങ്കിലും കിട്ടണം. അങ്ങനെങ്കിൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ പോരെ, കുത്തിയിരുന്ന് ക്ലാസ് എടുക്കണോ? കർമ്മഫലം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്.
ഒരിക്കലും ആഗ്രഹിക്കരുത്. ഒരാൾക്കൊരു അന്നം കൊടുത്തു, ആ വ്യക്തിക്ക് ഞാൻ അന്നം കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കും നാളെ അയാൾ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരുമെന്ന്? ഒരിക്കലും ഇല്ല. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മളെ പാട്ടിന് ജീവിക്കുക. നമ്മൾക്ക് ദിവസങ്ങൾ ജീവിക്കണോ? നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ജോലി ചെയ്യാം. ശീല പ്രഭുപാജി എന്താ ചെയ്തത്? ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹം കുടുംബത്തെ പോറ്റാൻ വേണ്ടി ജോലി പല 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 കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവസാനം ഈ ഒരു പ്രസ്ഥാനം പ്രചരണത്തിന്റെ ഭാഗമായി വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ജോലി എന്ന് പറയുകയാണെങ്കിൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് പുസ്തകങ്ങളൊക്കെ എന്താ പറയുന്നത്, വിവർത്തനം ചെയ്തു. ഒരുപാട് പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തു. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇന്നിങ്ങനെ ജീവിച്ചു പോകുന്നത്. അത് അദ്ദേഹം ചെയ്ത ജോലിയായിരുന്നു. ചില വ്യക്തികൾ ഒരു ജോലിയും ചെയ്യാതെ ഇരുന്നിട്ട് എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ, നല്ല സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അതിന് ഫലം ഇച്ഛിക്കും, ഫലം ചോദിച്ചു വാങ്ങും. അത് തെറ്റല്ലേ? ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ മോശമാണ്, അല്ലേ? നമ്മൾ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യണം. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സേവനം ചെയ്യണം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ ചെയ്തിട്ട്, ബിന്ദുമ്മേ ഡോർ അടയ്ക്കൂ, AC ഇട്ട് വെച്ചിട്ടുണ്ട്, എന്താ ഇത്? അതിനാരാ ലൈറ്റ് ഇട്ടേക്കണേ? പുറത്ത് ലൈറ്റ് ഇടണം. നമ്മൾ രണ്ടുപേരും അകത്തില്ലേ? ഇനി എന്തിനാ പുറത്ത് ലൈറ്റ്? വേണ്ട, ഓഫ് ചെയ്യൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ആ കാര്യത്തിന് നമ്മളൊരു എന്താ പറയാ പ്രത്യുപകാരം എന്തെങ്കിലും ആരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് സേവനം എന്ന് പറയാൻ പറ്റില്ല. അത് സേവനമല്ല, അത് ജോലിയാണ്. ജോലിക്കുള്ള പൈസ, ചെയ്ത ജോലിക്കുള്ള പണം തിരിച്ചു ചോദിക്കുകയാണ്. അത് തിരിച്ചു ചോദിക്കുകയാണ് അതിന്റെ പ്രത്യുപകാരം. അതിനെ ഒരിക്കലും നമ്മൾ സേവനമെന്നോ അല്ലെങ്കിൽ സഹായമെന്നോ പ്രചരണമെന്നോ ഒന്നും പറയരുത്. അത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂലി ചോദിക്കുന്നു, അത്രയും ചിന്തിക്കുക. കർമ്മം ഒരിക്കലും നമുക്ക് മോക്ഷത്തെ തരില്ല, മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന ജോലി ഒരിക്കലും നമുക്ക് മോക്ഷം തരില്ല. വിഷയങ്ങളിൽ മനസ്സ് വെക്കുന്നതാണ് സംസാരത്തിന് കാരണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നമ്മൾ മനസ്സ് വെച്ചിട്ട് ഞാൻ ഇത് ചെയ്താൽ എനിക്കിത് കിട്ടും, ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് അത് കിട്ടും, ഇതൊക്കെയാണ് നമ്മൾ ഈ ബന്ധനങ്ങളിൽ പെടാൻ കാരണം. നമ്മൾ ഒന്നും ആരിൽ നിന്നും ആഗ്രഹിക്കാതെ ജീവിച്ചു നോക്ക്, നമ്മൾ ഒരു ബന്ധനത്തിലും പെടില്ല, ഒന്നിലും പെടില്ല. സ്വസ്ഥമായി നമുക്ക് ഭഗവാനെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാം. നമ്മളെ കൊണ്ടാവുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അവരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ആത്മചിന്തനത്തിന് എന്താ പറയാ ഉടവ് തട്ടുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ഉയർച്ചയ്ക്ക് അത് തടസ്സമാവുകയാണ്. ആത്മീയമായി നമ്മൾ ഉയരില്ല. നശ്വരങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നവനും വിഷയങ്ങളെ പോലെ നശിക്കുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഈ ഭൂമിയിലുണ്ട്, അല്ലെ? നശ്വരമായിരിക്കുന്ന വിഷയങ്ങളാണ് അതെല്ലാം. എന്തെങ്കിലും ഈ ഭൂമിയിൽ നശിക്കാത്തതുണ്ടോ? എല്ലാം നശിക്കുന്നുണ്ട്. ഭഗവാനോടുള്ള കൃഷ്ണപ്രേമമല്ലാതെ മറ്റെല്ലാം നശിക്കും. നമ്മുടെ ശരീരം അടക്കം നശിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ വിഷയങ്ങളെ പോലെ തന്നെ നമ്മളും നശിച്ചു തീരും. അതേസമയം നമ്മൾ ഭഗവാനെ മാത്രം മുറുകെ പിടിച്ചു നോക്ക്. നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നു, അതിനുള്ള പ്രതിഫലം നമ്മൾ വാങ്ങുന്നു, നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഹലോ 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 മാതാജി, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈവ് ക്ലാസ്. ഒരു 1 hour കഴിഞ്ഞിട്ട് വിളിക്കൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിലൊരു വാട്സപ്പ് മെസ്സേജ് തന്നോളൂ. ശരി. അപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നശ്വരമായ വിഷയങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ, ലീന മാതാജി, നമ്മളും ആ വിഷയങ്ങളെ പോലെ ഇല്ലാതായി തീരും. നമ്മൾ അതിന്റെ പിന്നാലെ ഒന്നും പോവരുത്. ലൗകിക വിഷയങ്ങളെ പറ്റി ചിന്തിക്കാതെ കാമജയം സാധിച്ചിട്ടുള്ളവൻ മൃത്യുവിനും മൃത്യുവായി ഭവിക്കുന്നുണ്ട്. ഇപ്പൊ ലൗകിക വിഷയങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ കാമത്തെയൊക്കെ ജയിച്ചൊരു വ്യക്തി, ആ വ്യക്തി യഥാർത്ഥത്തിൽ മൃത്യുവിനെയും ജയിക്കുന്ന പറയുന്നത്. മരണത്തെയും ആ വ്യക്തി ജയിക്കും. മരണം എന്ന് പറയുന്ന ആ വേർഡ് ആ വ്യക്തിയെ സമീപിക്കില്ല. കാരണം എങ്ങനെയാണ്? അതെങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ശീല പ്രഭുപാജി ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തെ നമ്മൾ
ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ അനുസരിക്കുന്നു, പ്രത്യക്ഷ സ്വരൂപമായി നമ്മൾ കാണുന്നു. അദ്ദേഹം മരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്? ഒരിക്കലും അദ്ദേഹം ഇല്ല, ഭഗവാന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം മരിച്ചു എന്ന് പോലും നമ്മൾ പറയില്ല. ഇല്ല, അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ലയിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗോലോകത്തേക്ക് പോയി. നമ്മുടെ ഗുരു പരമ്പര നമ്മൾ എന്താ പറയാ? അയ്യോ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, അയ്യോ അദ്ദേഹം വലിയ മഹത് വ്യക്തിത്വമായിരുന്നു, ശ്രീല പ്രഭുപാജിയുടെ ഗുരുവായിരുന്നു, മരിച്ചുപോയി എന്ന് പറയില്ല. ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് പോയി. ഇന്നും അവര് ഭൂമിയിൽ ലൈവാണ്. നമ്മൾ അവരെ ഇന്നും പ്രാർത്ഥിക്കുന്നു. അവരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ ഇപ്പോഴും അമൃതപോലെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണാവബോധം. അപ്പൊ അവര് മൃത്യുവിനെ ജയിച്ച വ്യക്തികളാണ്. നമ്മൾ സാധാരണക്കാര് കാണുന്ന മരണത്തെ ജയിച്ച വ്യക്തികളാണ്. അവർ മരിച്ചിട്ടില്ല. കാരണം എന്താ? അവര് കാമക്രോധങ്ങളെയൊക്കെ ജയിച്ചിരിക്കുന്ന ബ്രഹ്മചാരികളാണ്. മനസ്സിലായില്ലേ? അവര് സംസാര സാഗരത്തെ ജയിച്ചവരാണ്. അതുകൊണ്ടാണ് അവർ ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. കാമക്രോധാദികൾക്ക് അടിമപ്പെടുന്നവന് നാശമാണ് ഫലം. കാമത്തിനും ദേഷ്യത്തിനും ഒക്കെ അടിമപ്പെടുന്ന ഒരു വ്യക്തിക്ക് നാശം ഉറപ്പാണ്, ഒരു സംശയവും. ആ വ്യക്തി നശിക്കും. ദേഷ്യം എന്ന് പറയുന്ന വികാരം വേണ്ട. കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാം നല്ല ഭാഷയിൽ. എന്തിനാ ഈ ദേഷ്യപ്പെട്ടുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യമില്ല, അല്ലേ? ഇപ്പൊ രണ്ടുപേർ തമ്മില് പ്രശ്നം ഉണ്ടായി. അവര് രണ്ടുപേരും ഇരുന്നിട്ട്, എടാ നീ അങ്ങനെ പറഞ്ഞൊന്നും ശരിയായില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനും സ്മിത സുബ്രഹ്മണ്യൻ മാതാജിയും തമ്മിൽ ഒരു വഴക്കുണ്ടായെന്ന് കരുതാം. ഞാൻ സ്മിത മാതാജിയെ വിളിക്കുന്നു, ഹരേഷ്ണ മാതാജി. എന്താ അമ്ലി മാതാജി? മാതാജി എന്താ മാതാജി അങ്ങനെ പറഞ്ഞു? അത് പറയാൻ പാടില്ലായിരുന്നു. അയ്യോ മാതാജി, ഞാനപ്പോ അത് അങ്ങനെ പറഞ്ഞു പോയി, പറഞ്ഞത് തെറ്റായിരുന്നു അല്ലേ? അതെ മാതാജി, പറയരുതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ മാതാജി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇതുപോലെയാണ് പറഞ്ഞത്, അത് മാതാജിക്ക് ഫീൽ ചെയ്തെങ്കിൽ ക്ഷമിച്ചു കളയും. ഇങ്ങനെ സമാധാന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോധത്തെ ജയിക്കണം. അതേസമയം നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയാൻ പോയത്, ഞാൻ അങ്ങനെ തന്നെ പറയും, നിനക്കെന്താ? ഇത് ക്രോധമാണ്. ഇതുകൊണ്ട് എന്താ നേടാനുള്ളത്? കുറച്ചു നേരത്തെ നമ്മുടെ മൈൻഡ് അങ്ങ് വയലന്റ് ആവും. ആ വയലൻസിൽ നമ്മൾ എന്ത് പറയും, ഏത് പറയുന്ന ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കത്തിക്കുത്ത് വരെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലേ? നിസ്സാര കാര്യത്തിന് കുടുംബങ്ങൾ മരണത്തിലേക്ക് പോയ നിമിഷങ്ങളുണ്ട്. അപ്പൊ ഇതൊന്നും, ഇങ്ങനെയുള്ള കാമത്തിനും ക്രോധത്തിനും ഒന്നും അടിമപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യണം? പ്രശ്നങ്ങളെ സമാധാനത്തോടു കൂടി, ശരിയായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും നടക്കുന്നത്, ഇഷ്ടപ്പെടാത്ത പല പ്രശ്നങ്ങളായിരിക്കും നടക്കുന്നത്. അതിനെ പോയി നമ്മൾ അങ്ങനെ ഒരു വികാരം കാണിച്ചിട്ട് ആ പ്രശ്നം മാറിക്കിട്ടുമോ? കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ കുറച്ചും കൂടെ സമാധാനത്തോടു കൂടി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാം. കാരണം എന്താ വെച്ചാല്, കാമക്രോധാദികൾക്ക് അടിമപ്പെടുന്നവന് നാശമാണ് ഫലം. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, കാമവും ക്രോധവും ഒക്കെ കൊണ്ട് നടക്കുന്ന വ്യക്തി നശിച്ചു പോകും. സ്വർഗസുഖം സത്യമാണെന്ന് വിചാരിച്ച് വിഷയലംബടനായിരിക്കുന്ന അജ്ഞാനി സ്വർഗപ്രാപ്തിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വർഗസുഖം, സ്വർഗത്തിൽ ലഭിക്കുന്ന സുഖം അത് സത്യമാണെന്നൊക്കെ കരുതിയിട്ട് ആ ഒരു സ്വർഗത്തിന്റെ സുഖം ലഭിക്കാൻ വേണ്ടി, അതായത് അതൊരു വിഷയമാണ്, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവില്ലാത്ത വ്യക്തി എന്ത് ചെയ്യും? സ്വർഗത്തിലെ ആ ഒരു സ്വർഗം കിട്ടണം എന്ന് കരുതിക്കൊണ്ട് ആ ഒരു വിഷയം മനസ്സിൽ വെച്ചുകൊണ്ട് ആ വ്യക്തി കുറെ കാര്യങ്ങൾ ചെയ്യും. അതായത്, ഞാൻ അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മോക്ഷം കിട്ടും, എനിക്ക് അനുഗ്രഹം കിട്ടും. അവിടെ നമ്മളൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഞാൻ ഇന്ന് അയാൾക്ക് വെള്ളം കൊടുത്താൽ എനിക്ക് നാളെ വേറെ ആരെയും വെള്ളം തരും. അവിടെയും നമ്മളൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. വിഷയങ്ങളെ ആധാരമാക്കി മുന്നിൽ നിർത്തുന്നുണ്ട്, അല്ലെ? എന്താണ് പ്രതിഫലനം? മീൻസ് പ്രതിഫലനല്ല, എന്താ ആ വേർഡിന്റെ പേര്? പ്രതിഫലം. പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കും. ഇങ്ങനെ പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കേണ്ട, ഒന്നിനും ആഗ്രഹിക്കേണ്ട. നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ഓ ശരി, ഓക്കെ, നന്നായിരിക്കട്ടെ. വസ്ത്രം കൊടുക്കുന്നുണ്ടോ? ശരി, ഓക്കെ, നന്നായിരിക്കട്ടെ. ഒരു പ്രതിഫലവും നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെ പ്രതിഫലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് സ്വർഗം കിട്ടും, എനിക്ക് ഗോലോകത്തിൽ പോകാം, എനിക്ക് മറ്റേ അവിടെ ചെല്ലാം, ഇവിടെ ചെല്ലാം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്?
നമ്മൾ ഒരാളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കേണ്ട, ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ മക്കളിൽ നിന്ന് പോലും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ കടമയാണ് നമ്മുടെ മക്കളെ വളർത്തുക എന്നുള്ളത്. അത് ചെയ്യാം. നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യാന്നുള്ളത് നമ്മുടെ കടമയാണ്, ചെയ്തു കൊടുക്കുക. അവൻ നമ്മളെ നോക്കുമെന്നോ നമുക്ക് എന്തെങ്കിലും തരുമെന്നോ ഒന്നും നമ്മൾ എന്താ പറയുന്നത് പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ എനിക്ക് ഒരേ ഒരു ബ്രദറുണ്ട്. അപ്പം അവന് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കും, ഈച്ച് ആൻഡ് എവറിത്തിങ് ചെയ്തു കൊടുക്കും. അവന്റെ 2 മക്കൾക്കും ചെയ്തു കൊടുക്കും. പക്ഷെ ഇന്ന് വരേക്കും എനിക്കൊരു മുടിയിലിടുന്ന ബാൻഡ് പോലും അവൻ വാങ്ങിച്ചു തന്നിട്ടില്ല. എനിക്കതിൽ പരാതിയും ഇല്ല, ഞാനൊട്ട് അത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ അവന്റെ ഭാര്യ വന്നപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ എല്ലാം കൃത്യമായിട്ട് അവൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതിന്റെ പേരിൽ ഞാൻ അവനോട് ഇന്ന് വരെ ഒരു ചോദ്യം ചെയ്യോ വാക്ക് തർക്കങ്ങളോ ഞങ്ങൾ തമ്മിലൊരു വിഷയങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഓണം വിഷയത്തിൽ ഞാൻ അവന് എല്ലാം ചെയ്തു കൊടുക്കും. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. മനസ്സിലായില്ലേ? എന്തിനാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും കിട്ടുന്നു കരുതിയിട്ടാണോ? കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഒരു വിഷമം തോന്നും. ആ വിഷമത്തിൽ നിന്ന് എന്തുണ്ടാവും? ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യത്തിൽ നിന്നുണ്ടാവും ബന്ധങ്ങൾ അകലും. നമ്മളായിട്ട് ആ ബന്ധങ്ങളും അകറ്റണ്ട, നമ്മളായിട്ട് ആ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒരു പേരും വാങ്ങണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ചിന്തയേ നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആര് നമ്മളെ സ്വീകരിക്കുന്നോ, ആര് നമ്മളെ ഒഴിവാക്കുന്നു, അതേക്കുറിച്ച് നമ്മൾ ആലോചിക്കേ വേണ്ട. ഞാൻ അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. നമ്മൾ അതേക്കുറിച്ച് ബോധയുടെ ആവരുത്. ജ്ഞാനവും കർമ്മവും പരസ്പര വിരുദ്ധങ്ങളാണ് അല്ലെ? നമ്മൾ സ്വായത്തമാക്കുന്ന അറിവ് ഇതെല്ലാം മനസ്സിലാക്കും, എന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തിയോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുതരും. എന്നിട്ട് കർമ്മത്തിലേക്ക് വരുമ്പോൾ, നമ്മളുടെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് പാടില്ല. ഹരേ കൃഷ്ണ അമ്മേ, അതൊരിക്കലും പാടില്ല. ജ്ഞാനം കർമ്മത്തെ നശിപ്പിക്കുന്നു. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം. അപ്പൊ നമുക്ക് നല്ല എന്താ പറയാ നല്ല അറിവ് നമ്മൾക്ക് ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നന്മയുള്ളതായിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ എന്താ പറയുന്നത് ആ ഒരു തെറ്റായ ഫലം അത് നമ്മുടെ അറിവ് കൊണ്ട് നശിച്ചു കിട്ടും. കാരണം എന്താ? അറിവുള്ള ഒരു വ്യക്തി ഒരിക്കലും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പോവില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, നമ്മൾ ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോവുക എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്കൊരു ജ്ഞാനമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ഞാനത് ചെയ്യുന്നു, എനിക്ക് അവർ തന്നാലും തന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ കർമ്മം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. മനസ്സിലായില്ലേ? ആ കർമ്മം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. ബിന്ദുമേ ക്ലാസ്സിലാന്ന് പറയും. ആ കർമ്മം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ജ്ഞാനം കർമ്മത്തെ നശിപ്പിക്കുന്നു. ആ അറിവ് നമ്മൾക്ക് നേരെ വരുന്ന നെഗറ്റീവ്സിനെ നശിപ്പിക്കുകയാണ്. പ്രപഞ്ചത്തിനുള്ള നാനാത്വത്തിന് കാരണം മായയാണ്. ഈ ലോകത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ? മതങ്ങളുടെ പേരിൽ മനുഷ്യൻ കലഹിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ബന്ധുമിത്രാദികളുടെ പേരിൽ, മക്കളുടെ പേരിൽ കലഹിക്കുന്നു. ഇതിനെല്ലാത്തിനും കാരണം മായയാണ്, അറിവില്ലായ്മയാണ്. ഈ അറിവില്ലായ്മയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഒഴിവാക്കേണ്ടത്. ഏകവും അദ്വയവുമായിരിക്കുന്ന ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്. കാരണം ഭഗവാൻ മാത്രമാണ് സത്യമായിട്ടുള്ളത്, ബാക്കിയെല്ലാം മായയാണ്. അത് നമ്മൾ തിരിച്ചറിയാം. ജീവാത്മാക്കളിൽ ഭേദം കാണുന്നവൻ നാശമടയുന്നു എന്ന് ശ്രുതി പറയുന്നുണ്ട്. ജീവാത്മാക്കളിൽ, അതായത് മനുഷ്യരിൽ വേർതിരിവ് കാണുന്ന വ്യക്തി ഉറപ്പായിട്ടും നശിച്ചു പോകും. ഒരിക്കലും മതത്തിന്റെ പേരിലൊന്നും തമ്മിൽ തല്ലാൻ പോവരുത്. ജാതിയുടെയും കുലത്തിന്റെയും പേരിൽ ഒരു മനുഷ്യനെയും നമ്മൾ വേർതിരിച്ചു നിർത്തരുത്. മനസ്സിലായില്ലേ? ഒരിക്കലും വേർതിരിച്ചു നിർത്തരുത്. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച വ്യക്തി അല്ലെങ്കിൽ ഒരു നമ്പൂതിരി കുലത്തിൽ ജനിച്ച വ്യക്തി താഴ്ന്ന ജാതിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ 10 അടി മാറി നടക്കുന്ന സമ്പ്രദായം നമ്മുടെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു.
പക്ഷെ ഈ കുലത്തിൽ ജനിച്ച വ്യക്തിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു ശാരീരിക അവയവം വേണ്ടി വരുമ്പോ കുലം നോക്കിയിട്ട് ഒരിക്കലും വാങ്ങി വെക്കില്ല അല്ലേ? ഒരു ബ്ലഡ് വേണ്ടി വന്നാൽ അത് ഏത് ബ്ലഡ് ആണെന്ന് ചോദിച്ചിട്ട് കേട്ടില്ല, ജീവൻ നിലനിർത്താനേ ശ്രമിക്കൂ. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ജീവാത്മാക്കളിൽ ഒരു വേർതിരിവ് കാണരുത്. അനാദിയായിരിക്കുന്ന മായയോടുള്ള ബന്ധം കൊണ്ട് പരമാത്മാവ് തന്നെ ജീവാത്മ രൂപത്തിൽ കാണപ്പെടുന്നു. അതായത് നമ്മളുടെ പരമാത്മാവ് ജീവാത്മാവുമായി ചേർന്നാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ രാവിലെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. ജീവാത്മാക്കൾക്ക് പല ഭാവങ്ങൾ ഉണ്ടാകുന്നതിനും കാരണം മായയാണ്. ഇപ്പം എനിക്കൊരു സ്വഭാവം, മറ്റൊരാൾക്കൊരു സ്വഭാവം, വേറൊരാൾക്കൊരു സ്വഭാവം. ഞാനൊരു പ്രശ്നത്തെ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ ഒരു പ്രശ്നത്തെ കാണുന്നത്, അല്ലെ? എനിക്ക് എന്റേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, മറ്റൊരാൾക്ക് മറ്റൊരാളുടേതായ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അപ്പൊ അത് മായയാണ് അവരിൽ രണ്ടു പേരിലും രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഭഗവാൻ ഉണ്ടാക്കുന്ന സ്വഭാവം എന്ന് പറയുന്ന ഒന്നായിരിക്കും, ഒരു സ്വഭാവമായിരിക്കും. ഇപ്പൊ ഞാനൊരാൾക്കൊരു സഹായം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ വേറൊരാൾ പറഞ്ഞു, അയ്യോ എന്റെ ദൈവമേ ഞാൻ കൊടുക്കുന്നില്ല, എന്റെ കയ്യിൽ കാശൊന്നുമില്ല, ഞാൻ എങ്ങനെ കൊടുക്കാൻ, എന്റെ കൈ പറ്റില്ല, ഇതായിരിക്കും വേറൊരാൾ പറയാം. അതെന്തുകൊണ്ടാണ്? മായയാണ് അവരിൽ വ്യത്യസ്ത സ്വഭാവം ഉണ്ടാക്കുന്നത്. പരമാത്മാവ് എല്ലാവരിലും ഒരുപോലെയാണ് ഭഗവാൻ. എന്നിലും നിങ്ങളിലും എല്ലാത്തിലും ഭഗവാൻ ഒരുപോലെയാണ് കുടികൊള്ളുന്നത്. പക്ഷെ മായ അവരിൽ വ്യത്യസ്തത സൃഷ്ടിക്കും. അവരുടെ സ്വഭാവത്തിൽ മായ വ്യത്യസ്തത സൃഷ്ടിക്കും. ജീവാത്മാക്കൾക്ക് പല ഭാവങ്ങൾ ഉണ്ടാവും, അത് മായ കാരണമാണ്. ജീവബഹുത്വത്തിനും കാരണം മായ തന്നെയാണ്. ഈ സ്വഭാവങ്ങൾക്കെല്ലാം കാരണം മായയാണ്. ദ്വന്ദ്ധർമ്മമില്ലാത്തവനും സച്ചിദാനന്ദ സ്വരൂപനും നിത്യനുമായ ബ്രഹ്മം തന്നെയാണ് ആത്മാവ്. സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് നമ്മൾക്കുള്ളിൽ ഇരിക്കുന്ന ആത്മാവ്, അത് മനസ്സിലാക്കുക. അനാത്മവസ്തുക്കളായിരിക്കുന്ന ദേഹാദികളെ ആത്മാവായി വിചാരിക്കുന്നത് കൊണ്ടാണ് സംസാര ക്ലേശങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ആരും ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, നമ്മൾ നമ്മുടെ ശരീരത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെ? എനിക്ക് എന്റെ ഈ ചിന്തയാണ് എന്തുണ്ടാക്കുന്നത്? ഈ ജീവിതത്തിലെല്ലാം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. ആർത്തി, എനിക്ക് കിട്ടണം, എന്റേത്, ഞാൻ ജയിക്കണം, എന്റെ സ്ഥാനം, ഞാനാണ് ആദ്യം, എനിക്കാണ് വേണ്ടത്, ഇതൊക്കെ എന്റേതാണ്. ഇതാണ് ഈ ലോകത്ത് എന്തുണ്ടാക്കുന്നത്? ദുഃഖമുണ്ടാക്കുന്നത്. നമ്മൾ കൊടുത്തും സ്നേഹിച്ചും സഹായിച്ചും ജീവിച്ചു നോക്ക്, ഈ സംസാര സാഗരത്തിൽ ദുഃഖമുണ്ടാവില്ല. സത്യം, ആർജവം, ലജ്ജ, ദമം, ശൗചം, വിദ്യ. എന്താണ്? സത്യം, ആർജവം, ലജ്ജ, ദമം, ശൗചം, വിദ്യ. ഇവ എന്താ ചെയ്യാന്നറിയോ? ഇത്രയും അറിവുകൾ ഉണ്ടെങ്കിൽ അഹങ്കാരവും മോഹവും ഒക്കെ നശിക്കും. ഒരാൾക്ക് നല്ല സത്യസന്ധമായ പെരുമാറ്റമാണ്, ജ്ഞാനം, അറിവുള്ള ഒരു വ്യക്തിയാണ്, അത്യാവശ്യം കുറച്ച് നാണവും മാനവും ഒക്കെ ഉള്ള ഒരാളാണ്, കുറച്ച് വൃത്തിയുള്ള വ്യക്തിയാണ്, എല്ലാം സഹിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അവർക്ക് എന്താ ലഭിക്കാന്നറിയാമോ? അവർക്ക് മോഹവും എന്താ പറയാ അഹന്തയും അറിവില്ലായ്മയും അഹങ്കാരവും ആസക്തിയും ആഗ്രഹങ്ങളും ഒന്നും ഉണ്ടാവില്ല. അവർ നോർമലി അങ്ങ് ജീവിച്ചു പോവും. ജനങ്ങൾക്ക് ഹിതമായിരിക്കുന്ന യാഥാർത്ഥ്യം മാത്രം പറയുന്നതാണ് സത്യം. നമുക്കിപ്പോ ഒരാളോടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യുക? ആ വ്യക്തിയെ വേദനിപ്പിക്കാതെ സംസാരിക്കുക. എന്തിനാ നമ്മൾ ഒരാളെ കുത്തി വേദനിപ്പിച്ച് സംസാരിക്കുന്നത്? അവരെ വേദനിപ്പിക്കാതെ സംസാരിക്കുക. ജനങ്ങൾക്ക് ഹിതമായ യാഥാർത്ഥ്യം, അവർ ഉൾക്കൊള്ളുന്ന രീതിയിൽ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ പറയാം. അവർക്ക് ഉൾക്കൊള്ളണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരാളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റി, ആ തെറ്റിനെ നമ്മൾ അങ്ങോട്ട് വിപുലീകരിച്ച് വലിയ സംഭവമാക്കിയിട്ട് അങ്ങോട്ടൊരു ഹൈഡ്രജൻ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് അങ്ങ് കൊണ്ട് പ്രസന്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഒരു മിനിറ്റ് വന്നേടാ, ഒരു കാര്യം പറയട്ടെ. എന്തേ എടാ? അതെ, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൽ ഒരു ചെറിയ തിരുത്തുണ്ട്, ഒരു തെറ്റുണ്ടെന്നല്ല, ഒരു ചെറിയ തിരുത്തുണ്ട്. അത് ചിലപ്പോ എന്റെ മാത്രം തോന്നലായിരിക്കട്ടോ, നിന്റെ കണ്ണിൽ അത് ശരിയായിരിക്കാം, എനിക്ക് തോന്നുന്നു അത് ശരിയാണെന്ന്. പക്ഷെ ഇനി എന്റെ മൈൻഡിന്റെ കുഴപ്പമാണോ എന്ന് അറിയില്ലടാ, ഞാൻ ചിന്തിച്ചതിന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെയാണ് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കാറ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഈ രീതിയിലാണ് സംസാരിക്കുക. എടാ അച്ചു, പിന്നെ നീ ആ പറഞ്ഞ കാര്യേ അത് നമുക്കത് മാറ്റി പറഞ്ഞു നോക്കിയാലോ? അപ്പൊ അവര് എങ്ങനെ മാറ്റി പറയും? എടാ നീ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്താൽ ഇങ്ങനെ ആണെന്ന് പറഞ്ഞേ, നമുക്കൊന്ന് പറ്റുമെന്ന് നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു കേട്ടോ.
മറ്റേ നമ്മൾ അങ്ങനെ പറഞ്ഞ മോശമായി പോലും, അവർക്ക് വിഷമമുണ്ടായോ? ആ കുഴപ്പമില്ല അല്ലേ, ഏയ് നമുക്ക് നോക്കടാ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നില്ലടാ, ഇങ്ങോട്ടൊരു ചോദ്യം വരും. ഞാൻ പറഞ്ഞു ശരിയാ അച്ചു, പറയാൻ പാടില്ലായിരുന്നു, എനിക്കും തോന്നി, ആ പോട്ടെ സാറില്ല, ഇനി നീ മിണ്ടണ്ട, നമുക്ക് പോയിട്ട് സോൾവ് ചെയ്യാം. ഉടനെ അതങ്ങ് ചെന്ന് സോൾവ് ചെയ്ത്. അല്ലാതെ അച്ചു നീ പറഞ്ഞ തെറ്റാണ് കേട്ടോ, നീ എന്താ അങ്ങനെ സംസാരിച്ചത്, നീ ആരാ അങ്ങനെ പറയാൻ, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയായോ? ഇതല്ല ശരി. നമ്മുടെ സംസാരത്തിൽ ഒരു വിനയം വേണം. ആ വിനയഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ 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 നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ പ്രശ്നങ്ങളില്ല. നമ്മൾ മെല്ലെ പറഞ്ഞ് തിരുത്തി ഇങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ വാക്കുകൾ കൊണ്ട് സംസാരിക്കുക. പിന്നെന്താ പറയുന്നത്, കാപഢ്യമില്ലായ്മയാണ് ആർജവം. ആർജവം എന്ന് പറഞ്ഞാൽ എന്താ? കള്ളത്തരം കാണിക്കരുത്. എന്തിനീ കള്ളത്തരം കാണിക്കുന്നത്? കള്ളത്തരം കാണിച്ചിട്ട് ഒന്നും നേടാനില്ല. കള്ളത്തരത്തിലൂടെ കട്ടെടുത്ത് സമ്പാദിച്ചു വെച്ചത് എന്തും നശിച്ചു പോവും, അതിന് ഡബിള് നശിച്ചു പോവും. മനസ്സിലായില്ലേ? ഇരട്ടി കണ്ട് നശിച്ചു പോവും. അതുകൊണ്ട് കള്ളത്തരത്തിലൂടെ നമ്മൾ ഒന്നും നേടരുത്. അധർമ്മം ചെയ്യുന്നതിനുള്ള സങ്കോചമാണ് ലജ്ജ. ഒരു അധർമ്മം, ഇപ്പം ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് വഞ്ചിക്കുകയാണ്, നമ്മൾ പറയാണ് ഓഫ് എന്റെ പൊന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാടാ നിന്നെ. ഈ ഒരു സ്വഭാവത്തിനൊരു ലജ്ജ വേണം. ഇപ്പോ ഒരാള് നമ്മളെ കുറിച്ച്, ഇപ്പം ഞാൻ പ്രേമ അപ്പുക്കുട്ടൻ, പ്രേമ മാതാജിയെ കുറിച്ച് ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് പുകഴ്ത്തി അങ്ങ് പറയണം, പ്രേമ മാതാജി എന്റെ നാട്ടുകാരിയാണ്, ഉഫ് മാതാജി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ഒന്നുമല്ലാതായി പോയേനെ, പ്രേമ മാതാജിയാണ് എന്റെ സർവസ്വവും, പ്രേമ മാതാജി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ശ്വാസമാണ്, എനിക്ക് ദൈവത്തെ പോലെയാണ്, എന്റെ ഗുരുവാണ്, എന്റെ അമ്മയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരു 10, 25, 30 ദിവസം കഴിയുമ്പം പ്രേമ മാതാജി ഒട്ടും ശരിയായിരുന്നില്ല, പ്രേമ മാതാജി എന്നോട് ഇങ്ങനെയാണ് പെരുമാറിയത്, എനിക്ക് ഇങ്ങനെ നിന്നപ്പോ ഞാൻ എന്നോട് ഇങ്ങനെ കാണിച്ചു. ഇതിനൊരു ലജ്ജ വേണം, വേണ്ടേ? ഈ സ്വഭാവത്തിന് ഒരു ലജ്ജ വേണം. ഒരു അധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്രയും നാള് ഒരു വ്യക്തിയെ അങ്ങ് എവറസ്റ്റിന്റെ കൊടുമുടിയിൽ നിർത്തിയിട്ട് ഒരു ദിവസം കൊണ്ടുപോയി സുതലം വിതലം തലാതലത്തിൽ കൊണ്ടുപോയി ഇടുമ്പോ ഈ അധർമ്മം പ്രവർത്തിക്കാൻ ഒരു ലജ്ജ വേണ്ടേ നമുക്ക്? എക്സാമ്പിൾ പറയണം പ്രേമാമ്മേ, ഒരു ലജ്ജ വേണ്ടേ നമുക്ക്? നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുഴപ്പമില്ല. ഞാൻ ചിന്തിക്കല അങ്ങനെയാണ്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്ത്, മിണ്ടണ്ട പോട്ടെ. എന്നാലും അവരെ കാണും, ഓ ശരി ശരി ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ശരി, അവിടെ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് വിടണം. അല്ലാതെ നമ്മൾ അങ്ങ് കൊണ്ടുപോയി എടുത്തു വെച്ചിട്ട് ചില ബന്ധങ്ങളിലൊക്കെ ഉണ്ട്, ഇളയമേന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് തലയെ കയറ്റും. പിന്നെ ഇളയമേനെ കൊണ്ടുപോയിട്ട് ഒരു എല്ലിന്റെ മുകളിൽ കൊണ്ടുപോയി ഒരു ഒരലിന്റെ മുകളിൽ കൊണ്ടുപോയി അങ്ങ് പ്രതിഷ്ഠിക്കും, നികൃഷ്ട ജന്മത്തെ പോലെ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിക്കാൻ ഒരു ലജ്ജ വേണം മനുഷ്യനായാല്, വേണ്ടേ? വേണം. ഇന്ദ്രിയ മനസ്സുകളെ അടക്കുന്നത് ദമം. അയ്യോ എനിക്ക് അത് കിട്ടണം, എനിക്ക് ഇത് കിട്ടണം, എനിക്ക് അങ്ങോട്ട് പോകണം, എനിക്ക് ഇങ്ങനെ പല പല ഇന്ദ്രിയ സുഖങ്ങൾ തേടിയാണ് മനുഷ്യൻ ഓടുന്നത്. എന്തിന്? എന്തോന്ന് കിട്ടാൻ? ഇതുകൊണ്ട് എന്താ കിട്ടുന്നത്? ചില ആൾക്കാർ കാണാം ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യും. കറിയിൽ ഉപ്പില്ല, അതിലതില്ല, ഇതിലിതില്ല, വേണ്ട മതി, നമുക്ക് കളയാം, നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം. എന്നിട്ട് വേഗം വേറെ ഹോട്ടലിൽ പോയി. ഈ ഒരു കാര്യം ഓർക്കുക, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഈ നാവിന്റെ ഇത്രയും കുറഞ്ഞ ഭാഗത്ത് മാത്രമേ അതിന്റെ രുചി നമ്മൾ അറിയുന്നുള്ളൂ, അല്ലെ? വളരെ കുറച്ച് ഭാഗത്തെ നമ്മൾ അതിന്റെ രുചി അറിയുന്നുള്ളൂ. അത് കഴിഞ്ഞ് അത് ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അതിന്റെ രുചി ഒന്നും അറിയുന്നില്ല. ഒരു രുചി നമ്മൾ അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ചിന്തിച്ചു. നാവിന്റെ അകത്ത് ഈ ഇതിനെന്താ പറയാ, അണ്ണാക്കുന്നോ, അവിടെ അങ്ങോട്ട് കൊണ്ടുവച്ചാൽ ഭക്ഷണത്തിന്റെ വല്ല രുചി നമ്മൾ അറിയോ? വളരെ ചെറിയ സ്പേസിലാണ് നമുക്ക് രുചി അറിയുന്നത് നാവിന്റെ. ആ നാവിന്റെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു, ചിന്തിച്ചു നോക്കിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് ഒഴിവാക്കുക. നമ്മുടെ വയറ്റിൽ വിശപ്പുണ്ടെങ്കിൽ ആ വിശക്കുന്ന സമയത്ത് ആ വിശപ്പ് മാറാനുള്ള എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് കഴിക്കുക.
അല്ലാതെ ഇത് കിട്ടിയാലേ കഴിക്കൂ, അല്ലെ കിട്ടിയിരിക്കുന്നതിൽ ഇത്രയും കുറവുണ്ട്, ഇങ്ങനെയുള്ള ഡിമാൻഡ്സ് ഒന്നും വേണ്ട. അങ്ങനെയും നമ്മൾ കുറച്ച് എന്ത് കാണിക്കുക? ക്ഷമ അത് കാണിക്കുക. ബാഹ്യാന്തര ശുദ്ധി തന്നെ ശൗചം. ബാഹ്യ ആന്തരിക ശുദ്ധി. രാവിലെ ആയിക്കഴിഞ്ഞാലേ വേഗം പോയിട്ട് അങ്ങോട്ട് കുളിക്കും. നല്ല ലക്സ് സോപ്പും പിയേഴ്സ് സോപ്പും ഒക്കെ ഇട്ടിട്ട് ഫുൾ കുളിയാണ്. ശരീരം മൊത്തം കുളിച്ച് നേരെ ബോഡി ലോഷനൊക്കെ എടുത്ത് തേച്ച് സ്പ്രേ ഒക്കെ അങ്ങനെ ഷൂ 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 എന്നും പറഞ്ഞ് എല്ലായിടത്തും കയറ്റി അടിച്ച്. ഞാൻ സ്പ്രേന്റെ പേരും മനുഷ്യന് കിട്ടുന്നില്ല. ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുക. എന്തോന്നാ മറ്റേ എന്തോന്ന് സിന്തോള എന്തൊക്കെയോ സ്പ്രേകൾ ഉണ്ടല്ലോ. ഫോഗ് പരസ്യം കാണാറില്ലേ? ഫോഗ് അങ്ങനെയുള്ള എന്തെങ്ങാണ്ടൊക്കെയോ വായക്കൊള്ളാത്ത കുറെ കുപ്പികളും വാങ്ങിക്കൊണ്ടെന്ന് അത് സെലക്ട് ചെയ്യാൻ 1 മണിക്കൂർ സമയവും കളഞ്ഞ് ഇതെല്ലാം അങ്ങ് എടുത്ത് അവിടെ അടിച്ച് ഇവിടെ അടിച്ച് ഫുൾ അടിയോടടി ഡ്രസ്സിലൊക്കെ കുത്തിയിരുന്ന് അടിച്ച് ഇതങ്ങോട്ട് എടുത്ത് കയറ്റിയിട്ട് 4 ആൾക്കാരെ മുമ്പിൽ പോകുമ്പോ എന്തൊരു സുഗന്ധം. ഇത് ശുചിത്വമല്ല, ഇത് പ്രഹസനമാണ്. ശുചിത്വം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ പോലെ പോയി കുളിച്ച് വൃത്തിയായതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുൻപേ എന്നും പറയുന്നത് പോലെ 1 ലിറ്റർ വെള്ളം അങ്ങോട്ട് കുടിക്ക്. അപ്പറിയാ ശുചിത്വം എന്താന്ന്. കുടിച്ചു നോക്ക്. രാവിലെ ഉറങ്ങി എണീറ്റിട്ട് 1 ലിറ്റർ വെള്ളം ഇല്ല എങ്കിൽ, ഇനി വെള്ളമല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നൊരു റെമഡി ഉണ്ട്. ഒരു 4 നെല്ലിക്ക, 2 ചില്ല് കറിവേപ്പില, ഇത്രയും പോകുന്ന കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, ഇതെടുത്ത് അങ്ങ് മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4 നെല്ലിക്ക, 2 ചില്ല് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, ഇതെടുത്തിട്ടിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. അടിച്ചിട്ട് നേരെ എന്ത് ചെയ്യാം? പിഴിഞ്ഞ് അങ്ങോട്ട് എടുക്കുക. കണ്ണും പൂട്ടി വെറും വയറ്റിൽ അങ്ങോട്ട് കുടിക്കുക. ഓഹോ ശുചിത്വം അറിയാം. ഒരു 2-3 പ്രാവശ്യം ടോയ്ലറ്റിൽ പോയിട്ട് തിരിച്ചു വരും. ഫസ്റ്റ് ടൈം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പോകും. പിന്നെ ഡെയിലി കുടിച്ചു വരുമ്പോൾ 1 പ്രാവശ്യം, ചില സമയത്ത് മാത്രം 2 പ്രാവശ്യം. ഫുൾ നമ്മുടെ വയറങ്ങോട്ട് ക്ലീൻ ആവും. എന്നിട്ട് ഒരു ഇളം ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക. വേണമെങ്കിൽ ഒരു 1 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുക. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ആവും. അടിച്ച് തളിച്ച് കഴുകിയ പോലെ ഇരിക്കും. ഫുൾ ക്ലീൻ. ദീപമാതാജി ഒക്കെ കഴിക്കാറുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ. ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ സംസാരിച്ചിട്ട് ശരീരത്തിനും നല്ലതാണ്. ഷുഗറും കുറയും, കൊളസ്ട്രോളും കുറയും, അങ്ങനത്തെ സംഭവങ്ങളും വരൂല. ശരീരത്തിനും നല്ലതാണ്, സ്കിന്നിനും ഹെയറിനും അതും നല്ലതാണ്. കാരണം കറിവേപ്പിലയും നെല്ലിക്ക എന്നൊക്കെ പറഞ്ഞ വൈറ്റമിൻ സി ആണ്. ഫുൾ നമ്മുടെ വയറങ്ങ് ക്ലീൻ ആവും. പക്ക ക്ലീനിങ് ആണ്, പറയാൻ പറ്റില്ല. ലൈവിൽ ഇരുന്ന് പറയരുത്, ഞങ്ങൾ ഗ്രൂപ്പിൽ പല തമാശകളും പറയാറുണ്ട്. ആ രീതിയിൽ വയറങ്ങോട്ട് ക്ലീൻ ആവും. അതിന്റെ അർത്ഥം എന്താണ്? ബാഹ്യ ആന്തരിക ശുദ്ധിയാണ് വൃത്തി എന്ന് പറയുന്നത്, അല്ലാതെ പുറമെ സെന്റടിച്ച് നടക്കുന്ന അല്ല ശുദ്ധി എന്ന് പറയുന്നത്. ആന്തരിക ശുദ്ധി അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തലേ ദിവസം രാത്രി വരെ കഴിച്ച ഭക്ഷണമൊക്കെ വയറ്റി കിടക്കണം. മൊത്തത്തിൽ പോവോ? നമുക്ക് മൊത്തത്തിൽ പോവില്ല. നമുക്ക് ശോധന പോവില്ല അല്ലേ? നമ്മൾ നോൺ വെജ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ 72 മുതൽ 78 മണിക്കൂർ എടുക്കും വയറ് ക്ലീൻ ആവാൻ, അല്ല അതൊന്ന് ദഹിച്ചു വരാൻ. ദഹനം കഴിഞ്ഞ് ഇത് എപ്പോഴാ ടോയ്ലറ്റിൽ പോകുന്ന വെച്ചാൽ ആർക്കറിയാം എത്ര മാലിന്യങ്ങൾ വയറ്റി കിടക്കുന്നു. 380 ആയിട്ടുള്ളൂ കേട്ടോ ഷെയർ. മാക്സിമം ഷെയർ ചെയ്യും. നമുക്ക് 600 ടാർഗറ്റ്. എല്ലാവരും അവരവരുടെ പേജിലേക്ക് ഇടും പെട്ടെന്ന് തന്നെ. അങ്ങനെ ആന്തരിക ശുദ്ധിയും കൂടെ നോക്കുമ്പോഴാണ് വൃത്തിയാവുന്നത് നമ്മള്. അല്ലാതെ നല്ലോണം കുളിച്ച് വൃത്തിയാക്കി എന്നെ തുടരുത് ഞാൻ കുളിച്ചതാണ് എന്നും പറഞ്ഞ് ചന്ദനവും പൂശി സ്പ്രേയും പൂശി ഇടുന്ന അത് വൃത്തിയാവില്ല. പരമാത്മകമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയുവാൻ സഹായിക്കുന്നതാണ് വിദ്യ. കുറേ അങ്ങട് ഗീതയിലെയും മഹാഭാരതത്തിലെയും ശ്ലോകങ്ങൾ അങ്ങ് വെച്ച് കാച്ചും. ഗംഭീര കാച്ചിൽ അങ്ങോട്ട് കാച്ചും സംസ്കൃത ശ്ലോകങ്ങള്. അർത്ഥവും പറയും. ഉടനെ അയ്യോ നമസ്കാരം ഗുരുവേ നമസ്കാരം.
സ്വഭാവം അടുത്തേക്ക് പോയി നോക്കണം, അറിയൂ സ്വഭാവം എന്താണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനിയുടെ ചൂടറിയൂ എന്ന് പറഞ്ഞ പോലെ അടുത്ത് കൂടിയാലേ സ്വഭാവം മനസ്സിലാവും. ആ വ്യക്തി ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ എന്തോന്ന് ജ്ഞാനി, എന്തോന്ന് വിദ്യ? 0 ആണ് മാർക്ക് കൊടുക്കേണ്ടത്. യഥാർത്ഥ ബ്രഹ്മത്തെ അറിയുന്ന ഒരാള്, ഭഗവാനെ മനസ്സിലാക്കിയ ഒരാള് കാമക്രോധങ്ങളെ ജയിച്ചിട്ടുണ്ടാവും. ബാഹ്യാന്തരിക ശുദ്ധിയെ നോക്കും. ക്ഷമ അവരുടെ ആയുധമായിരിക്കും. ലജ്ജ ഒരുപാടുണ്ടാവും. ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല, ഒരു മനുഷ്യനെ കുറിച്ച് അവരൊന്നും പറയില്ല. എന്ത് വന്നാലും സമചിത്തതയോടുകൂടി നോക്കും. അങ്ങനെയാണ് നമ്മൾ വ്യക്തിബന്ധങ്ങളെ തിരിച്ചറിയേണ്ടത്. പിന്നെയോ ഈ ഇങ്ങനെ സ്വഭാവമുള്ള നല്ല നല്ല വ്യക്തികൾക്ക് എന്താണ്ടാന്ന് വെച്ചാൽ മോഹമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ളതുപോലെ പോട്ടെ എന്ന് വിചാരിക്കും. അല്ലാതെ കിഞ്ഞോ പിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള പ്രതിഫലം നമ്മൾ ഇച്ഛിക്കില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തങ്ങോട്ട് പോകും. അതുകൊണ്ട് ഇവ നേടുന്നതാണ് ദുഃഖപരിഹാരത്തിനുള്ള മാർഗം. നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായിരിക്കണം, സത്യം പറയണം, സമാധാനം ഉണ്ടാവണം, നല്ല ആന്തരിക വൃത്തിയും ബാഹ്യ വൃത്തിയും ഒക്കെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? നമുക്ക് ദുഃഖം വരില്ല. അല്ലെങ്കിൽ ദുഃഖം കൂടപ്പറപ്പായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. മാനവും മൗനവും ഒരിക്കലും ഒരിടത്ത് ഒരുമിച്ചിരിക്കില്ല, അല്ലെ? ഈ പ്രപഞ്ചം മാനത്തിനും പരലോകം മൗനത്തിനും വിഷയമാകുന്നു. ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഞാൻ എന്റെ അഭിമാനം, സെൽഫ് റെസ്പെക്ട്, ഞാൻ വലിയ സംഭവ ബഹുലമായ വലിയ നെപ്പോളിയനാണ്, എനിക്ക് എന്റെ അഭിമാനം വലുതാണ്, എന്റെ അഭിമാനം വിട്ട് ഞാൻ കളിക്കില്ല. അതേമാരാടെ ഇങ്ങനെയാണ് ആൾക്കാർ. ഞാൻ എന്റെ പേര് അങ്ങനെ ഇങ്ങനെ, അയ്യോ എന്റെ അമ്മോ നാരായണ. എന്നാലോ ഈ മാനം എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കൈമലുള്ള വലിയ സംഭവങ്ങൾ എന്റെ അമ്മേ അവരടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ സ്വഭാവ ദൂഷ്യങ്ങളായിരിക്കും അവരുടെ കയ്യിൽ. അടുത്തു കൂടിയാലേ മനസ്സിലാവും. ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ മാത്രമേ ഈ അഭിമാനവും പറഞ്ഞ് നടക്കുന്നുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഈ അഭിമാനം എവിടെ കൊണ്ടുവയ്ക്കും? വലിയ മാന്യനെ പോലെ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വടിവായിട്ട് തേച്ചു ഒട്ടിച്ച പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അടുത്തു കൂടിയാൽ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ മിസ്റ്റർ ക്ലീൻ അങ്ങനെയാ പേര് കൊടുക്കേണ്ടത്. അതിവിടെ അങ്ങനെ എഴുതി ഒട്ടിച്ചു വെക്കണം. അടുത്തു കൂടിക്കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല എന്താ സ്വഭാവം എന്നുള്ളത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ, ഈ സംസാര ലോകത്തിൽ മാത്രമേ ഇതിനൊക്കെ വാല്യൂ ഉള്ളൂ. പക്ഷെ അവിടെയോ, പരലോകത്തോ മൗനം. കാരണം എന്താ? അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല, പ്രതിസന്ധികളും ഇല്ല, വിഷയങ്ങളും ഇല്ല, ഒന്നുമില്ല. ശാന്തി, സമാധാനം, മൗനം, ഇത്രയേ ഉള്ളൂ. മാനം സംസാരപ്രാപ്തിക്കും മൗനം ബ്രഹ്മപ്രാപ്തിക്കും കാരണമാകുന്നു. മാനത്തിന് വില കൽപ്പിക്കുന്നവരെങ്ങനെയാണ്? ഒന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചാടിക്കളിക്കും. എന്നോട് സംസാരിക്കാൻ ആരാണ്, എന്നോട് പറയാൻ ആരാണ്, എന്റെ മുന്നിൽ വന്ന് പറയാൻ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനത്തിന് വില കൽപ്പിക്കുന്നവർ കിടന്നങ്ങ് 10 ചാട്ടം ചാടും. അവർക്ക് എന്താ കിട്ടുക? സംസാരപ്രാപ്തി കിട്ടും. ഈ ലോകത്ത് അവർ വലിയ സംഭവമായിട്ട് നിൽക്കും. പക്ഷെ മറ്റുള്ളവരെ മനസ്സിലങ്ങനെ, അയ്യോ എന്റെ അമ്മോ എന്തൊരു സാധന, വായ അങ്ങോട്ട് തുറന്നും പറയാനില്ല, ഗംഭീര ചുഴിയാണ് ആ വായക്കകത്ത് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക, അല്ലെ? പുറത്ത് നമ്മൾ കാണും അങ്ങ് ഇളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യൂ. അവരെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാണ് അവർ ഈ കിടന്ന് പ്രഹസനം കാണിക്കുന്നത്. അവര് ഒരു സ്പെഷ്യൽ സ്റ്റാറായി, ഒരു സ്പെഷ്യൽ ലൈം ലൈറ്റിൽ, ഒരു സ്പെഷ്യൽ പ്ലേസിൽ നിൽക്കാനാണ് അവർ ഈ ചാട്ടവും കോട്ടവും പ്രഹസനവും ഒക്കെ കാണിക്കുന്നത്. നീ എന്ത് കരുതി എന്നെ പറ്റി, നീ എന്നോട് എന്താണോ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ചാട്ടമൊക്കെ ചാടും. അവർക്ക് ഈ ഒരു ഭൗതിക ലോകത്ത് മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റൂ. എന്നാൽ മൗനം ഭജിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താ ലഭിക്കുക? ബ്രഹ്മപ്രാപ്തി കിട്ടും, ബ്രഹ്മപദപ്രാപ്തി. കാരണം മൗനമുള്ള വ്യക്തി ക്ഷമയുടെ മുഖമുദ്രയാണ്, അല്ലെ? ക്ഷമയുള്ളൊരു വ്യക്തിക്ക് മൗനം പാലിക്കാൻ പറ്റും. ക്ഷമയില്ലാത്തൊരു വ്യക്തി മൗനം പാലിക്കില്ലല്ലോ. വലിയ വായ അങ്ങോട്ട് തുറന്നു വയ്ക്കും.
എന്നിട്ട് ഇതൊന്നും എന്താ പറയാ മതിയാവാതെ പോയോടത്തുനിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് അടി ഉണ്ടാക്കും. ഇതാണ് ഈ മാനം 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 എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ സ്വഭാവം. എന്നാൽ മൗനം പാലിക്കുന്ന വ്യക്തിക്കോ ക്ഷമയാണ് അവരുടെ ആയുധം. അവർ മിണ്ടാതെ എന്ത് വന്നാലും ശരി, ഓക്കെ, എന്തേലും കാണിക്കട്ടെ, നമ്മളിപ്പോൾ അതിൻ്റെ പിന്നാലെ പോയിട്ട് എന്തോന്ന് കാര്യം, എന്തോ കാണിക്കട്ടെ എന്ന് വിചാരിക്കുന്ന വ്യക്തിക്ക് ബ്രഹ്മപദ പ്രാപ്തി കിട്ടും. ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റും. മനസ്സിനും വാക്കിനും വേദങ്ങൾക്കും പോലും അഗോചരമായിരിക്കുന്ന ബ്രഹ്മത്തെയാണ് മൗനം എന്ന് പറയുന്നത്. മനസ്സ് വന്നിട്ട് കളകളകളകളകളയെന്ന് വർത്താനം പറയില്ല. മനസ്സിലൂടെ എല്ലാ സംസാരങ്ങളും ഉണ്ട്, എല്ലാ ചിന്തകളും ഉണ്ട്, എല്ലാം ഉണ്ട് മനസ്സിൽ. പക്ഷെ മനസ്സ് സംസാരിക്കില്ല. മനസ്സ് സൈലന്റ് ആണ്, മൗനമാണ്, അല്ലെ? വായാണ് ആടിക്കൊണ്ടിരിക്കുക, മനസ്സ് സൈലന്റ് ആണ് എപ്പോഴും. അതെ, എന്നാൽ മനസ്സ് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതെ, ഈ ലോകത്ത് കൂടുതലും പൊയ്മുഖങ്ങളാണ്. ഓ എൻ്റെ പൊന്നു മാതാജിയെ, മാരാറ് കുടുംബശ്രീക്കാരെ പറഞ്ഞുകൊണ്ട് ദീപാ മാതാജി പറഞ്ഞു ഞാൻ കുടുംബശ്രീ സെക്രട്ടറി ആണെന്ന്. ഹരേ കൃഷ്ണ. വാക്കിനും വേദങ്ങൾക്കും എന്താ പറയാ, ബ്രഹ്മത്തെ മൗനം എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, വേദങ്ങൾ ഇതൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ മൗന രൂപത്തിലാണെങ്കിൽ അതെന്താ പറയുന്നത്, അതൊരു ബ്രഹ്മമാണ്. മൗനത്തിലൂടെയുള്ള സംസാരം ഒരു ബ്രഹ്മമാണ്, അത് ഈശ്വരനാണ്, ക്ഷമയാണ്. ഈ ജഗത് ആ ബ്രഹ്മം തന്നെ നാമരൂപാദികളോടുകൂടിയാണ് കാണപ്പെടുന്നത്, അല്ലെ? ഭഗവാന്റെ നാമത്തിലാണ് മൗനം ഇരിക്കുന്നത്. മൗനമായിരുന്ന് ഇങ്ങനെ ജപിച്ചു വരുമ്പോൾ നമ്മൾ ജപിക്കുന്നുണ്ട്, വേറെ ലോകവുമായി കണക്ട് ആവുന്നുണ്ട്, ക്ഷമ പാലിക്കുന്നുണ്ട്, സത്യത്തിലൂടെ പോകുന്നു, ധർമ്മത്തിലൂടെ പോകുന്നു, ശാന്തിയിലൂടെ പോകുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നു. ആ എന്തൊരു സുഖമാണെന്നറിയാമോ? അതിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. ആ ഫീലിംഗ് നമ്മൾ അടുത്തറിയണം. പരമാത്മാവ് മായയെ ആശ്രയിച്ച് നാനാ പ്രകാരങ്ങളായിരിക്കുന്ന നാമരൂപങ്ങളെ കൈക്കൊള്ളുന്നു. പരമാത്മാവ് എന്തെയും മായയെ വിളിക്കും. പരമാത്മാവിൽ നിന്നാണ് മായ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ പരമാത്മാവ് മായയെ ആശ്രയിക്കും. എങ്ങനെയാണ്? നാനാ പ്രകാരങ്ങളായിരിക്കുന്ന നാമരൂപങ്ങളെ കൈക്കൊള്ളും. കുറേ ആൾക്കാര്, എല്ലാവരിലേക്കും മായ വരും, എല്ലാവരിലേക്കും. പക്ഷേ ബ്രഹ്മത്തെ അറിഞ്ഞൊരു വ്യക്തി മായയെ ജയിക്കും. ബ്രഹ്മത്തെ അറിയാത്ത വ്യക്തി മായയിൽ പെട്ടുപോകും. 440 600 കയറണേ. ബ്രഹ്മത്തെ അറിയാത്ത വ്യക്തി മായയിൽ പെട്ടുപോകും. അപ്പോ ആ വ്യക്തി തീർന്നു, ഡിം. വീണ്ടും ജനിച്ച് വീണ്ടും പ്രവർത്തിക്കണം. സത്യത്തിൽ ബ്രഹ്മം ജഗത്തിന്റെ മൂർത്ത രൂപത്തിന് വിപരീതമായിരിക്കുന്ന രൂപത്തോടു കൂടിയതാകുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. ഈ ലോകം എന്ന് പറഞ്ഞാൽ ആസക്തി, ആക്രാന്തം, ദേഷ്യം, വാശി, ചതി, കുടിലത, ഇതാണ് ഈ ലോകം. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ചതിയില്ലാത്ത, ദേഷ്യമില്ലാത്ത, വാശിയില്ലാത്ത, ദുരിതമില്ലാത്ത, വഞ്ചനയില്ലാത്ത, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും നേരെ ഓപ്പോസിറ്റ്. രണ്ടും വെള്ളമാണ്, പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഫീലിംഗ് രണ്ടും ഓപ്പോസിറ്റ് ആണ്, അല്ലേ? ജപിക്കുമേ. രണ്ടും വെള്ളമാണ്, പക്ഷെ അതിന്റെ ഫീലിംഗ് ഓപ്പോസിറ്റ് ആണ്. വികാരം ഓപ്പോസിറ്റ് ആണ്, വിപരീതമാണ്, അല്ലെ? അതേപോലെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ജഗത്താണ്, മീൻസ് ബ്രഹ്മമാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തുള്ള ബ്രഹ്മം എന്ന് പറയുമ്പം അത് ഈശ്വരനാണ്. രണ്ടിന്റെയും വികാരം രണ്ടാണ്. കാരണം ഈ ലോകത്ത് ചതിയും വഞ്ചനയും മാത്രമേ ഉള്ളൂ. ആത്മീയ ലോകത്തുള്ള ബ്രഹ്മം എന്ന് പറഞ്ഞാലോ ശാന്തമാണ്. നമുക്ക് വേണ്ടത് ആത്മീയ ലോകത്തുള്ള ബ്രഹ്മമാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിപ്പിട്ടാ മതി. പല്ലിനല്ല, ചുണ്ടിന്. കുഴപ്പമില്ലേ മോനെ? നമ്മൾ ചുണ്ടിനൊരു ക്ലിപ്പിട്ടാ മതി, പിന്നെ സംസാരിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആത്മീയ ലോകത്തിലുള്ള ബ്രഹ്മത്തെ കിട്ടും. പിന്നെന്ത് പറയുന്നു? ശൗദസ്മാർത്ഥ കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നവന് പുണ്യം കിട്ടും. എന്ത് കാര്യം ചെയ്താലും ഫലം ഇച്ഛിക്കരുത്. എന്ത് ചെയ്താലും ഫലം ഇച്ഛിക്കരുത്. നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങാം. അല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഫലം ചോദിക്കരുത്. തരാൻ താല്പര്യമുള്ളവർ തരട്ടെ. സത്യാമേ,
തരാൻ താല്പര്യമുള്ളവർ തരട്ടെന്നേ. നമ്മളെന്താ ചോദിച്ചു വാങ്ങാൻ നിൽക്കുന്നത്? ചില ആൾക്കാർ ചോദിച്ചു മേടിക്കും. ഫലം നമ്മൾ ഒരിക്കലും ചോദിച്ചു വാങ്ങരുത്. കണ്ടറിഞ്ഞ് തരുകയാണെങ്കിൽ നല്ലത്. അല്ലാതെ ചോദിച്ചു വാങ്ങുന്നത് കൂലിയാണ്. ക്ലിയർ? അങ്ങനെയുള്ള വ്യക്തി പുണ്യം കൊണ്ട് പാപം നശിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തി എത്ര പുണ്യമുള്ള വ്യക്തിയാണെങ്കിലും അവർ പാപമായിട്ട് നശിച്ചു തീരും, പാപത്തിൽ പെട്ടുപോകും. പിന്നീട് പുണ്യപാപരഹിതനായി തീരുന്നു. പുണ്യമുള്ള ആ വ്യക്തി പാപത്തിലേക്ക് വീണു പോവാണ്. അവൻ ബ്രഹ്മരൂപത്തിലേക്കൊന്നും പോവില്ല. അതേസമയം ഒന്നും ആഗ്രഹിക്കാതെ, ഫലമൊന്നും ആഗ്രഹിക്കാതെ ജീവിക്കുകയാണെങ്കിലോ ബ്രഹ്മരൂപത്തിലേക്ക് എത്തും, ഭഗവാനിലേക്ക് എത്തും. ബ്രഹ്മത്തെ പ്രാപിക്കാനാണ് തപോ യോഗാദികൾ വിധിച്ചിട്ടുള്ളത്. തപസ്സും യോഗയൊക്കെ ചെയ്യുമ്പം ബ്രഹ്മത്തിലേക്കാണ് എത്തുന്നത്. കാരണം തപസ്സും യോഗയൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് ഒരാഗ്രഹങ്ങളും ഉണ്ടാവില്ല. അവര് കാമക്രോധ ലോപാദികളെല്ലാം ജയിച്ചവരായിരിക്കും. അവര് ബ്രഹ്മത്തിലേക്ക് അടുക്കും, ഭഗവാനിലേക്ക് അവരടുക്കും. തപസ്സാണ് ഇഹത്തിലും പരത്തിലും സുഖത്തിന് കാരണമായിട്ടുള്ളത്. തപസ് എന്ന് പറഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് മരവരി എടുത്ത് ഇരുന്ന് ജപിക്കുന്നതാണോ തപസ്? അല്ല. ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ, ബിന്ദമ്മേ, ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ, സ്വസ്ഥമായി സമാധാനമായി ചെയ്യുന്ന ജോലികൾ കൃത്യമായി ചെയ്തിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് ധർമ്മത്തോടുകൂടി, ഓക്കെ മോനെ, ധർമ്മത്തോടുകൂടി ജീവിക്കുന്നതിനെ തപസ് എന്ന് പറയുന്നു. അതെന്താ നമുക്ക് തരാം? ആ തപസ്സുള്ള ആ ഒരു എന്താ പറയുക, നിഷ്ഠമായിട്ടുള്ള ജീവിതം നമുക്ക് എന്താ തരാം? സമാധാനം തരും. സമാധാനവും സന്തോഷവും തരും നമുക്ക്. ഈ ജന്മത്തില്, ഈ ജീവിതത്തിൽ, ഈ ലോകത്തില് സമാധാനം തരും. തപസ് കൊണ്ട് നേടുവാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. കൃത്യമായ ഒരു ജീവിതചര്യ കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ആരെങ്കിലും രണ്ടും കൂടെ ഷെയർ ചെയ്യും, 500 ആവും. തപസ് കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. വേദജ്ഞന്മാരായവർ തപസ്സുകൊണ്ട് പരലോകത്തിൽ അമൃതത്തെ പ്രാപിക്കുന്നു. നമ്മുടെ ശ്രീല പ്രഭുപാജിയെ പോലുള്ളവരൊക്കെ എന്താണ്? വേദത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്. അവര് തപസ്സുകൊണ്ട് പരലോകത്തില് അമൃതാണ് നേടുന്നത്. അമൃതം എന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മത്തെയാണ് നേടുന്നത്. പിന്നെയോ സർവസുഖവും തപസ്സുകൊണ്ട് ലഭിക്കും. നമ്മളൊരു ചിട്ടയായ ജീവിതം ശീലമാക്കിയാൽ മതി. ജപിക്കുക, പ്രാർത്ഥിക്കുക, ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ. എൻ്റെ ഭർത്താവ് എനിക്ക് ഇത് കൊണ്ടുത്തരും, എൻ്റെ ഭർത്താവ് അത് ചെയ്യും, എൻ്റെ അമ്മായിയമ്മ അങ്ങനെ ചെയ്യും, ഇതൊന്നും പ്രതീക്ഷിക്കാതെ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആരോടൊന്നും പറയാതെ അലക്കേണ്ട തുണിയൊക്കെ അലക്കുന്നു, കൃത്യമായി മടക്കി വെക്കുന്നു. ഇങ്ങനെ ചെയ്ത് നമ്മളൊന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ ജീവിച്ചു നോക്ക്. അതൊരു തപസ്സാണ്. ആ തപസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന എന്താ പറയുക? സർവ്വസുഖമാണ് ലഭിക്കുന്നത്, അല്ലെ? സർവ്വസുഖമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു തപസ് കൊണ്ട്. ഇനി ഭാര്യ എന്ത് പറഞ്ഞാലും ശരി, തിരിച്ചു ഒരു മറുപടിയും പറയാതെ ജോലി ചെയ്യുന്നു, കുടുംബം പോറ്റുന്നു. അതൊരു ഭർത്താവ് ചെയ്യുന്ന തപസ്സാണ്. അതുകൊണ്ട് സർവ്വസുഖവും ഉണ്ടാവും, സമാധാനം കിട്ടും. ക്രോധാദികൾ 12 തപസ്സിന് ദോഷങ്ങളാകുന്നു. ഒരുപാട് ദേഷ്യ മനോഭാവത്തിലാണ് ഇടപെടുന്നെങ്കിൽ അത് തപസ്സിന്, നമ്മുടെ ജീവിതത്തിന് തന്നെ ദോഷമായി തീരുന്ന പറയുന്നത്. ജ്ഞാനം മുതലായ 12 തപസ്സിന്റെ ഗുണങ്ങളാകുന്നു. അറിവ് സമ്പാദിക്കുകയാണെങ്കിൽ, നന്നായി ജീവിക്കണം എന്നൊരു അറിവിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമുക്ക് ഗുണമേ നൽകത്തുള്ളൂ. ദോഷങ്ങളെല്ലാം ഉപേക്ഷിക്കണം നമ്മൾ. ജ്ഞാനം, സത്യം, ക്ഷമ, ഇങ്ങനെയുള്ള അറിവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തപസ് കൊണ്ട് ആത്മതത്വം നമ്മൾ നേടണം. ഇങ്ങനെയുള്ള അറിവ് കൊണ്ട് നമ്മൾ ആത്മതത്വം, നമ്മൾ സ്വയം വിജയിക്കണം. നിഷ്കാമമായ തപസ് എല്ലാ മനോമാലിന്യങ്ങളെയും അകറ്റി ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കും. ഒന്നും ആഗ്രഹിക്കാത്ത മനസ്സുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തും. എന്താ ചെയ്യാ? നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ ലക്ഷ്യത്തിലേക്ക് ജീവിതം എത്തിക്കും. ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കണേ നമുക്ക് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. അനേകം ആൾക്കാരിൽ ഒരാൾക്ക് മാത്രമേ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കൂ. ഒരുപാട് ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കും.
വേദങ്ങളുടെ എല്ലാം പരമലക്ഷ്യം ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ ഇതൊക്കെ പഠിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ട്. ബ്രഹ്മത്തെ അറിയാനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്, അല്ലാതെ വെറുതെ പഠിക്കുകയല്ല. ബ്രഹ്മത്തെ അറിയാനാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. ആത്മാവൊഴിച്ച് മറ്റുള്ളവയെല്ലാം ഉപേക്ഷിച്ചിട്ട് കേവലനായി ആത്മാവിനെ മാത്രം ധ്യാനിക്കണം. നമ്മൾ നമ്മുടെ ആത്മാവിനെ കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാവിനെ കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ആത്മാവ് എന്താ ആഗ്രഹിക്കുന്നത്? പരമാത്മാവിനെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളെ. എന്നിട്ട് ഈ സുഖ സൗകര്യങ്ങളിലെല്ലാം പിന്നാലെ പോയി 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 അവസാനം മരിച്ച് ഈ ഭൂമിക്ക് ഭാരമായി നമ്മളെ കത്തിച്ച് നമ്മളെ കൊണ്ടുപോയി കുഴിച്ചിട്ട് അപ്പോഴും ആത്മാവ് ഏകനായി പരമാത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പരമാത്മാവ് ആത്മാവിന് അണിയാൻ കൊടുത്ത ഒരു വസ്ത്രമാണ് നമ്മുടെ ശരീരം, അല്ലെ? ആ ശരീരം കൊണ്ട് നമ്മൾ നന്മ ചെയ്യണേ എന്ന് നമ്മുടെ ആത്മാവ് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയും നമ്മളോട്, അത് ചെയ്യണ്ട, അത് പറയണ്ട, അങ്ങോട്ട് പോകണ്ട, അത് വേണ്ട. പക്ഷെ നമ്മൾ അത് കേൾക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടി 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 നമ്മൾ എന്ത് ചെയ്യും? തെറ്റായ വഴിക്ക് പോയി പെടും. എന്നിട്ട് നമ്മൾ അതിൽ പോയിട്ട് വേദനിക്കും. അപ്പൊ നമ്മളായിരിക്കും, എന്റെ മനസ്സിൽ അപ്പോഴേ തോന്നി അത് ചെയ്യണ്ടായിരുന്നു, എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അത് ചെയ്യണ്ടാന്ന്, എന്നിട്ടും ഞാൻ പോയി പണ്ടാരം ചെയ്തു കൂട്ടി എന്ന് നമ്മൾ ചിന്തിക്കും. 2 മണിക്കൂർ ഇങ്ങനെ ഒരേ വലിയ ഇരിപ്പിരിക്കുക പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാരല്ല, അതാണ് ഞാൻ ഈ ഞെരിപിരി കൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കൂ കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിലിരുന്ന് നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ആത്മാവ് ഇങ്ങനെ നമ്മളോട് സംസാരിക്കും. കാരണം എന്താ അറിയോ? നമ്മൾ ചെയ്യുന്നത് തെറ്റായ പ്രവൃത്തികളാണെന്ന് ആത്മാവിനറിയാം. ആത്മാവ് നമ്മളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തും. എന്താണ്? അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അത് ചെയ്യണ്ട. പക്ഷെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഓരോ പ്രയാസങ്ങളിൽ പോയി പെടും. അതിന്റെ പരിണിത ഫലം ആരനുഭവിക്കും? ആത്മാവ് അനുഭവിക്കും. എങ്ങനെ? വീണ്ടും ഒരു ശരീരം സ്വീകരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആത്മാവിലേക്ക് നോക്കണം. ആത്മാവ് സത്യമാണ്. കാരണം ആത്മാവ് എന്നും കണക്ട് ആയിരിക്കുന്നത് പരമാത്മാവുമായിട്ടാണ്. ആത്മാവ് ഒരിക്കലും വഞ്ചിക്കില്ല. വിഷയസുഖങ്ങളെ പറ്റി വിചാരിക്കുകയേ ചെയ്യരുത്. എന്താ വിഷയസുഖങ്ങൾ? കുറെ അത് കിട്ടണം, കുറെ ഇത് കിട്ടണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അതിൽ ചെയ്യണം, ഇതിൽ ചെയ്യണം. ഇതൊക്കെ വിഷയസുഖങ്ങളാണ്. നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ അന്നവസ്ത്രാദികൾ വളരെ ലിമിറ്റായിട്ട് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. അയ്യോ എന്ന് പറയരുത്. അയ്യോ എന്ന് പറഞ്ഞ കാലന്റെ ഭാര്യയാണ്. എന്നാലും നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു പോകും. സാരമില്ല, ഞാനും പറയാറുണ്ട്, നമുക്ക് ശ്രമിക്കാം പറയാതിരിക്കാൻ. ഞാനും ഇപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പറയാതിരിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി വിഷയസുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു വരണം. നമുക്കുള്ളത് മദീനേ, ഉള്ളതുപോലെ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങ് ജീവിച്ചു പോവാം. അല്ലാതെ വിഷയസുഖങ്ങളിൽ പോയി തലവെക്കരുത്. അങ്ങനെയുള്ളവന് ബ്രഹ്മത്തിന്റെ ആഭിമുഖ്യം ഉണ്ടാവും. എങ്ങനെയുള്ളവന്? വിഷയസുഖത്തിൽ പോകാത്തവന്. വിഷയസുഖത്തിൽ പോകാത്തവന് ബ്രഹ്മത്തിന്റെ സാമീപ്യമുണ്ടാവും. അതായത് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് വലിയ പ്രശ്നങ്ങളിൽ നിന്നും പോയി തലവെക്കാതെ നമ്മൾ അങ്ങനെ വലുതാവണം, നമ്മൾ ഇങ്ങനെ വലുതാവണം, നമ്മൾ അതുപോലെ ആവണം, ഇതുപോലെ ആവണം, ഇങ്ങനെയുള്ള വിഷയസുഖങ്ങൾ എന്തിനാണ്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഭഗവാൻ നമുക്കൊരു റൂട്ട് ഇട്ടിട്ടുണ്ട്, ആ റൂട്ടിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അങ്ങനെ അങ്ങ് ജീവിച്ചു. കറക്റ്റാണ് പ്രഭു, ഈ ജന്മം തന്നെ ധാരാളം. പിന്നീട് അവന് അജ്ഞാനന്ധകാരത്തിനപ്പുറമുള്ള സ്വയം പ്രകാശസ്വരൂപവും ഏകവും അദുദ്ധവുമായ ആത്മാവിനെ പറ്റി ബോധമുണ്ടാവും. വിഷയത്തിലൊന്നും പോയി തലവെക്കാത്ത വ്യക്തിക്ക് ആത്മാവിനെ കുറിച്ച് എന്നും ഒരു ബോധം ഉണ്ടാവും. ആ വ്യക്തി എപ്പോഴും നല്ലത് ചിന്തിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ശ്രമിക്കും. ആത്മജ്ഞാനത്തിന് വേണ്ടത് ശ്രവണം, മനനം, നിധിധ്യാസം. നിങ്ങൾക്കുള്ള പാര വന്നു. ആത്മജ്ഞാനത്തിന്, ആത്മാവിന്റെ അറിവിന് വേണ്ടത് ശ്രവണം, കേൾക്കുക, സത്സംഗങ്ങൾ കേൾക്കുക, ശ്രവണം, മനനം, മനസ്സിലാക്കുക, നിധിധ്യാസം, നമ്മൾ അതെപ്പോഴും പ്രയോഗിക്കുക. മാതാജിക്ക് അവിടെ ഇരുന്ന് പറയാം വിഷയസുഖം വേണ്ടെന്ന്, എനിക്ക് എന്തായാലും നാളെ 2 സാരി 1 ഷർട്ടും ഒക്കെ എടുക്കണം, നിർബന്ധമാണ്. പുതിയ പടത്തിൽ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. ഷൈനികൊക്കെ അങ്ങനെയാണ് ഇട്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഷർട്ടൊക്കെ വേണം. എന്റെ കാറൊക്കെ ഒന്ന് മാറ്റണം.
ബിന്ദുമ്മ ടോയ്ലറ്റിലിരുന്ന് ഹരേ കൃഷ്ണ പാടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരോ വിഷയസുഖങ്ങളിൽ പോയി പെടുന്നത്. അതിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് ഒരു ആത്മാവിന്റെ ജ്ഞാനം, ആത്മീയ ജ്ഞാനം ലഭിക്കാൻ ശ്രവണം, മനനം, നിധിധ്യാസം. ആദ്യം ശ്രവിക്കുക, കേൾക്കുക. കേട്ടാൽ മാത്രം പോരാ, മനനം, മനസ്സിലാക്കണം, അതുപോലെ പ്രവർത്തിക്കണം. ആദ്യം വേദാന്തം കേൾക്കുകയും പിന്നീട് അതിലുള്ള വിഷയങ്ങളെ പറ്റി മനസ്സിലാക്കുകയും പിന്നീട് ബ്രഹ്മത്തെ ധ്യാനിക്കുകയും ചെയ്യണം. ആദ്യം വേദാന്തം കേൾക്കണം, അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അതിലുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം, മനനം. പിന്നീട് ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ച് ആ ബ്രഹ്മത്തെ ധ്യാനിക്കണം, അതായത് ഭഗവാനെ ധ്യാനിക്കണം. സങ്കല്പ വികലാത്മകമായിരിക്കുന്ന മനസ്സ് വിഷയസുഖങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ആത്മാവിൽ ലയിക്കുമ്പോൾ നിശ്ചയ സ്വഭാവത്തോടുകൂടിയുള്ള ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തെ ധ്യാനിക്കണം. ഒരു മിനിറ്റ് കേട്ടോ. കുട്ടികളെ പോലെയാണ്. ടോയ്ലറ്റിലെ ഹാൻഡ് ഷവർ ഫുൾ അടിച്ചടിച്ചടിച്ചടിച്ച് അവിടെ മൊത്തം വെള്ളമാക്കും. ബിന്ദുമ്മേ, ഇങ്ങോട്ട് ഇറങ്ങി വരൂ. വെറുതെ വെള്ളം അടിക്കാതെ അവിടെ. നാരായണ. എന്റെ ജീവിതത്തിൽ രണ്ടാൾക്കാരാണ് അങ്ങനെ കളിക്കുക. ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ ഹാൻഡ് ഷവർ വെച്ചിട്ട് വെള്ളം അടിക്കുന്നു, എല്ലായിടത്തും വെള്ളം അടിക്കുന്നു. ഒന്ന് സഞ്ചൂട്ടനൊന്ന് ബിന്ദുമ്മേ. അപ്പൊ നമ്മൾ എന്തിനാ ബിന്ദുമ്മ അവിടെ ഇങ്ങനെ വെള്ളം അടിക്കുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞില്ലേ ചെയ്യണ്ടെന്ന്. അവിടെ ഇരിക്കൂ, ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കേ. ഇങ്ങനെ തുരുതുരുപ്പായിട്ട് ഇങ്ങനെ ഓടാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി അടങ്ങിയിരിക്കേ. കെട്ടിവെക്കണോ ഇനി? വേണോ? കെട്ടിവെക്കേണ്ടി വരും, അതുകൊണ്ട് വേറെ നിവർത്തി. സങ്കല്പ വികലാത്മകമായിരിക്കുന്ന മനസ്സ് വിഷയസുഖങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ട്, സങ്കല്പങ്ങളിൽ ഒക്കെ പെട്ടുന്ന മനസ്സ് വിഷയസുഖങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് ആത്മാവിൽ ലയിക്കുമ്പോൾ നിശ്ചയ സ്വഭാവത്തോടു കൂടിയ ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തെ ധ്യാനിക്കണം. നമ്മളെ മനസ്സിങ്ങനെ എപ്പോഴും ഭഗവാനെ ധ്യാനിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ആഹാ ജ്യോതി മാതാജിയെ, വിഷയസുഖങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ വിചാരിക്കും, ഇന്ന് പ്രാർത്ഥിക്കണം, ഇന്ന് എന്തായാലും ജപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം. ഉഫ് മതി, ഇനി ഇപ്പൊ കുളിക്കാനൊന്നും വയ്യ, ഇന്ന് രാവിലെ ഇപ്പൊ മാതാജി നാളെ രാവിലെ ക്ലാസ് എടുക്കുക, എന്തായാലും എഴുന്നേറ്റ് ക്ലാസ് കേൾക്കണം, രാവിലെ ഒരു 5:30 മണിക്ക് എണീറ്റ് വിളക്കൊക്കെ വെച്ച് വീടൊക്കെ അടിച്ചു വാരി ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ 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 ചിന്തകളുമായിട്ടായിരിക്കും കിടക്കുക. ഒരു 5 മണിയാകുമ്പോൾ അലാറം അടിക്കുമ്പോൾ 5 ആയിട്ടേ ഉള്ളൂ, സാരമില്ല, ക്ലാസ് പേജിലുണ്ടാവും, അത് പിന്നെ കേൾക്കാം. അല്ലെങ്കിൽ 7 മണി 7:30 മണിയാകുമ്പോൾ പുതപ്പൊക്കെ മാറ്റിയിട്ട് അമ്പിളി മാതാജി ക്ലാസ്സിൽ വന്നിരിക്കുന്നു, ഒരു ഹരേ കൃഷ്ണ ഇട്ടില്ലെങ്കിൽ ക്ലാസ്സിൽ കണ്ടില്ല എന്ന് വിളിച്ചു പറയും. അതുകൊണ്ട് ഒരു ഹരേ കൃഷ്ണ ഇട്ടിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങും. വേണ്ടി വരും സുധാമണി മാതാജി. യെസ് ജയന്തിയമ്മ. അപ്പൊ എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റി? അപ്പൊ എന്താണ് നമ്മുടെ മനസ്സ് നമ്മളുടെ നിയന്ത്രണത്തിലല്ല, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ബ്രഹ്മത്തെ ധ്യാനിക്കാൻ പറ്റില്ല. അതേസമയം നമ്മൾ ചിന്തിക്കുകയാണ്, അല്ല, എന്ത് വന്നാലും ഞാനിത് ചെയ്യും, എന്ത് വന്നാലും ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും, ഭഗവാനെ ധ്യാനിക്കും. കാർത്തിക് പ്രഭുവിന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോളൂ, എനിക്ക് ഉറങ്ങാൻ സമയമായിട്ടില്ല കേട്ടോ, അങ്ങ് പോയി ഉറങ്ങിക്കോളൂ. എന്ത് വന്നാലും ഞാൻ ഭഗവാനെ ധ്യാനിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങളിൽ ഒരു തരത്തിലും നമ്മൾ ഒരു എന്താ പറയാ, ഒരു ലേസി മനോഭാവം എന്ന് പറയില്ലേ, അതിനെന്താ പറയുന്നത്, ഒരു അലസ മനോഭാവം നമ്മൾ വെക്കാതിരുന്നാൽ നമുക്ക് ബ്രഹ്മത്തെ കിട്ടും. ഇല്ലെങ്കിൽ ബ്രഹ്മത്തെ കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചാൽ എഴുന്നേൽക്കണം. അതിന് പല തടസ്സങ്ങൾ നമുക്ക് വരും. മായ നമ്മളെ പല പല തടസ്സങ്ങളിലേക്ക് കൊണ്ടുപോകും. ഭഗവാന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചാലും നമുക്ക് എന്താ ഉണ്ടാവുക? തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ഈ തടസ്സങ്ങളെ മറികടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് ഒരു നല്ലൊരു ബന്ധം കിട്ടും. ആ ബ്രഹ്മവുമായിട്ടുള്ള കണക്ഷൻ, അതിനു വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ നമുക്ക് ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ ഉപദേശിച്ചു തരുന്നത്.
ആ കണക്ഷനാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. കാർത്തിക് പോയിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ പേജിൽ കാർത്തിക് വരണ്ട. ഓക്കെ, ശരി കാർത്തിക്, ടാറ്റാ. ആചാര്യന് മാതാപിതാക്കളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠയുണ്ട്. പറയാൻ കാരണം എന്താണ്? നമുക്കൊരു വയ്യായികയൊക്കെ വന്ന് നമ്മളൊരു മടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി അച്ഛനമ്മമാരോട് റോഫ് എനിക്ക് ഇന്ന് വയ്യ, എനിക്ക് മടിയാണ്, ഞാൻ വരൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ വിടും. അപ്പൊ അച്ഛനമ്മമാരെന്ത് ചെയ്യും? നമ്മൾ അതുപോലെ അങ്ങ് വിടും. അച്ഛനമ്മമാര് നമ്മളെ ശരിയെന്ന് പറഞ്ഞ് ഒരു ലാളനയോടുകൂടി ധൃതരാഷ്ട്ര ദുര്യോധനനെ എങ്ങനെ വിട്ടോ അതുപോലെ അങ്ങ് വിടും. അതേസമയം ഒരു ആചാര്യൻ എപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും. ആചാര്യൻ വിടില്ല. ആചാര്യൻ പറയും അത് ചെയ്യണം, അത് ചെയ്തേ പറ്റൂ. അപ്പം ആ ആചാര്യന് മാതാപിതാക്കളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് നമ്മളിലുള്ള വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യുന്നതിന്. മനസ്സിലായില്ലേ? നമ്മളിലുള്ള വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്ത് നമ്മളെ നമ്മളാക്കി മാറ്റാൻ ഒരു ആചാര്യന് നല്ല ശ്രേഷ്ഠതയുണ്ട്. മാതാപിതാക്കൾ ശരീരത്തെ ജനിപ്പിക്കുന്നു, അല്ലെ? നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത് മാതാപിതാക്കളാണ്. അവർ ഈ സ്ഥൂല ശരീരത്തിന് കാരണഭൂതന്മാരാണ്. അതായത് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് നമ്മുടെ പുറമേയുള്ള ഈ ശരീരം, സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ്. അപ്പം ഈ സ്ഥൂല ശരീരം ജനിച്ചിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. എന്നാൽ സത്യവും അനന്തവും ജ്ഞാനവുമായ ജന്മം ലഭിക്കുന്നത് ആചാര്യനിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരം നമുക്ക് നമ്മുടെ അച്ഛനമ്മമാര് തന്നു. പക്ഷെ ഈ ശരീരം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇതുപോലെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് ജ്ഞാനം, ഇതാണ് ബ്രഹ്മം, ഇതാണ് പരമാത്മാവ് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്? ആചാര്യൻ. അങ്ങനെയുള്ള അറിവിലൂടെ നമുക്ക് എന്താ ലഭിക്കുന്നത്? ഇനി ഒരു പുനർജന്മമില്ലാത്ത തരത്തിൽ നമുക്കൊരു മോക്ഷപ്രാപ്തിയാണ് ലഭിക്കുന്നത്. അത് നമുക്ക് നൽകുന്നത് ആരാണ്? ഒരു നല്ല ആചാര്യനാണ് നൽകുന്നത്, അല്ലെ? അപ്പോ സത്യവും അനന്തവും ജ്ഞാനവുമായ ജന്മം, അതായത് സത്യങ്ങൾ മനസ്സിലാക്കുന്നത്, നല്ല അറിവ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു ആചാര്യനാണ്. അപ്പൊ ഒരു ആചാര്യനും ഒരു മാതാപിതാക്കളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പരമാർത്ഥവും മുക്തിക്ക് കാരണവുമായ ജന്മം തരുന്നത് ആചാര്യനാണ്, അല്ലെ? നമുക്കൊരു പരമാർത്ഥമായിരിക്കുന്ന സത്യം, അതൊരു മോക്ഷം, ഒരു മുക്തി, അത് നമുക്ക് എവിടുന്ന് കിട്ടും? ആചാര്യനിൽ നിന്ന് കിട്ടും. കാരണം അച്ഛനമ്മമാർ എത്ര പറഞ്ഞു തന്നാലും നമ്മൾ ഒരു പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് അനുസരിക്കാൻ നിൽക്കില്ല. നമ്മൾ അത്രയ്ക്ക് അങ്ങ് അത് അനുസരിക്കാൻ നിൽക്കില്ല. പക്ഷെ ഒരു ആചാര്യൻ പറഞ്ഞു തന്നാൽ നമ്മൾ ആചാര്യനെ പേടിച്ചിട്ടാണെങ്കിൽ അനുസരിക്കും. അപ്പൊ ആ അനുസരണ കൊണ്ട് നമുക്ക് എന്താ ലഭിക്കുന്നത്? മുക്തിയും മോക്ഷവും പരമമായിട്ടിരിക്കുന്ന ഒരു ആത്മീയ ജീവിതവുമാണ് ലഭിക്കുന്നത്. പരമപുരുഷാർത്ഥം ആചാര്യധീനനാകുന്നത് കൊണ്ടാണ് ഗുരുവിനെ ബഹുമാനിക്കണം എന്ന് പറയുന്നത്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ, ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ അത് പരമാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കും. പരമാത്മാവ് ഒരിക്കലും എന്താ പറയുന്നത്? ഈ പറയുന്ന തമോ രജോ ഗുണങ്ങൾക്ക് അടിമപ്പെടില്ല. രജോ തമോ ഗുണങ്ങൾക്ക് പരമാത്മാവ് അടിമപ്പെടില്ല. അപ്പോൾ ഒരു ആചാര്യനും അതിന് അടിമപ്പെടില്ല. സത്വഗുണ സമ്പന്നമാണ് പരമാത്മാവ്. അപ്പം ആ ആചാര്യനും എന്തായിരിക്കും? സത്വഗുണ സമ്പന്നനായിരിക്കും. അപ്പൊ ആ ആചാര്യനെ കണ്ട് നിൽക്കുന്ന ശിഷ്യഗണങ്ങളോ അവരും സത്വഗുണ സമ്പന്നരായിരിക്കും. ഗുരു ജ്ഞാന പ്രധാന രൂപേണ ചെയ്യുന്നത് ഉപകാരമോർത്ത് ശിഷ്യൻ ഗുരുവിനെ എന്നും ആരാധിക്കണം. ഒരു ഗുരു എപ്പോഴും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാനിലുള്ള സർവ്വഗുണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കേണ്ടത്, അല്ലെ? അല്ലാതെ ഗുരു കിടന്ന് ഭയങ്കര വയലൻസ് കാണിക്കണം, ഓട്ടോമാറ്റിക്കലി ശിഷ്യന്മാരും അങ്ങനെയാവും. അപ്പം ഒരിക്കലും ബ്രഹ്മത്തെ കിട്ടില്ല. അങ്ങനെയുള്ള ഗുരുവിനെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും പ്രഭുപാജി അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ശിഷ്യന്മാര് അലസ മനോഭാവത്തിൽ പോകുമ്പോൾ. അല്ലാതെ അദ്ദേഹം ദേഷ്യപ്പെടില്ല. എല്ലാം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് അദ്ദേഹം വിവേകപരമായിട്ട് പ്രശ്നങ്ങൾ തീർത്ത വ്യക്തിയാണ്. ടൈം ടു ടൈം വിവേകപരമായി പ്രശ്നങ്ങൾ തീർത്തൊരു വ്യക്തിയാണ് ശ്രീല പ്രഭുപാജി. അതേസമയം ചില ആചാര്യന്മാർ ഭയങ്കര വയലൻസ് ആണ്. ആ ആചാര്യന്മാരെ ശിഷ്യന്മാരും വയലൻസ് ആണ്. ഞാൻ വെറുതെ പറയല്ല. ചില ആചാര്യന്മാരുടെ ശിഷ്യന്മാര് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം അവരെങ്ങനെയാണെന്നുള്ളത്, ആചാര്യന്മാരെങ്ങനെയാണെന്നുള്ളത്. അതേസമയം
ശ്രീല പ്രഭുപാജിയുടെ ഫോളോവേഴ്സ് എങ്ങനെയാണ്? ക്ഷമ. അത് അവരിലുണ്ട്, ആ ഗുണം അവരിൽ ഓട്ടോമാറ്റിക്കലി വന്ന് കയറും. കാരണം ശ്രീല പ്രഭുപാജി അതാണ്. എന്നാൽ അദ്ദേഹം ദേഷ്യപ്പെടും. എന്തിന്? ശിഷ്യന്മാരോട്, ശിഷ്യന്മാരുടെ തെറ്റായ പ്രവർത്തികൾക്ക് മുൻപിൽ. അല്ലാതെ ഒരു ഭഗവാനെ അറിയാത്ത വ്യക്തികളോട് പോലും ശ്രീല പ്രഭുപാജി ദേഷ്യപ്പെടില്ല. അറിയിക്കാനുള്ള അവസരം ഒരുപാട് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. എന്നിട്ടും ശരിയായില്ലെങ്കിൽ പോയിട്ട് പുനർജനിക്കാൻ പറയും. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഗുരുവാണ് ഒരു പുതിയ ജീവിതം നൽകുന്നത്, അല്ലെ? ഒരു അച്ഛനും അമ്മയും അല്ല, അവർ ഓൾറെഡി നമ്മളെ ജനിപ്പിക്കും. പക്ഷെ ഒരു ഗുരു നമുക്ക് പുതിയ ജീവിതം നൽകും. വിദ്യ 4 പാദത്തോട് കൂടിയതായിരിക്കുന്നു. വിദ്യക്ക് 4 കാലുകളുണ്ട്. എന്താണത്? ഗുരു ശുശ്രൂഷ കൊണ്ട് വിദ്യയുടെ ഒരു പാദം. ഗുരു, നല്ല ഗുരുവിനെ, നല്ല ഒരു, അതെ, ക്ഷമ വാക്കുകളിൽ മാത്രം ഉണ്ടായ പോരെ, പ്രവൃത്തിയിൽ ഉണ്ടാവണം. ക്ഷമിക്കണം 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 എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരെ, പ്രവൃത്തിയിലാണ് ആ ക്ഷമ കാണിക്കേണ്ടത്. ചില വ്യക്തികൾക്ക്, ചില ആചാര്യന്മാർക്ക് അത് പ്രവൃത്തിയിലില്ല. അതുകൊണ്ട് അവരുടെ ശിഷ്യന്മാരും അങ്ങനെയായി മാറും. അപ്പൊ അവരെ ഒരിക്കലും ആചാര്യന്മാർന്ന് വിളിക്കാൻ പറ്റില്ല. വിദ്യക്ക് 4 പാദങ്ങളുണ്ട്. എന്താണ്? ഗുരുവിനെ, നല്ല ആചാര്യനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് വിദ്യയുടെ ആദ്യത്തെ പാദം നമുക്ക് ലഭിക്കും. അറിവിന്റെ ആദ്യത്തെ പാദം നമുക്ക് ലഭിക്കും. സ്വന്തം ശ്രമം കൊണ്ടും ഉത്സാഹം കൊണ്ടും. നമുക്കിപ്പോ ഒരു ഗുരു എല്ലാം പറഞ്ഞു തന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശ്രീല പ്രഭുപാജി നമുക്കെല്ലാം പറഞ്ഞു തന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു പാദം കിട്ടി, വിദ്യയുടെ, അറിവിന്റെ. എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ അറിവ് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് 2ാമത്തെ പാദവും കിട്ടും. സഹബ്രഹ്മചാരികളോടുകൂടി അർത്ഥചിന്തനം ചെയ്യുന്നത് കൊണ്ട് 3ാമത്തെ പാദം കിട്ടും. അപ്പൊ നമ്മൾ നമ്മുടെ ആ കൂട്ടായ്മയിൽ നിൽക്കുന്ന എല്ലാവരോടും കൂടി ഈ വിദ്യ പരസ്പരം പറഞ്ഞ് സ്നേഹിച്ച് ക്ഷമയോടുകൂടി ഒരുപോലെ ജീവിച്ചു പോകുമ്പോൾ 3ാമത്തെ പാത, അതായത് സഹകരണ മനോഭാവത്തിലൂടെ 3ാമത്തെ പാത കിട്ടും. അല്ലാതെ ഈ അറിവൊക്കെ എന്റേതാണ്, ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. സഹകരണ മനോഭാവത്തിലൂടെ 3ാമത്തെ പാത ലഭിക്കും. കാലക്രമത്തിൽ 4ാമത്തെ പാദവും നമുക്ക് ലഭിക്കും. ഇത് 3ഉം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ആ നല്ല ആചാര്യനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുക. സ്വയം ആചാര്യൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. അത് സഹകരണ മനോഭാവത്തോടുകൂടി മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. പ്രചരണം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഈ അറിവുകൾ തന്നത് ശ്രീല പ്രഭുപാജിയാണ്. നമ്മൾ 2 കൂട്ടരും ആ അറിവുകളെ നമ്മൾ എടുക്കുന്നു, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ പാദം വിദ്യയുടേത് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ഞാനും നിങ്ങളും ഈ അറിവുകൾ ഒരുപോലെ പ്രാവർത്തികമാക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിദ്യയുടെ 2ാമത്തെ പാദം ലഭിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിലോ? നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ 3ാമത്തെ പാദം ലഭിക്കില്ല. സഹകരണ മനോഭാവം വേണം. നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താ ലഭിക്കുക? നിങ്ങളുടെ വിദ്യ പാവങ്ങളായിട്ടുള്ള ആളുകളിലേക്കും എത്തും. അപ്പൊ അവരും ഭഗവാനിലേക്ക് അടുക്കും. അപ്പൊ അത് 3ാമത്തെ പാദം ലഭിക്കുന്നതിന് കാരണമാവും. ഇത്രയും കാര്യം നമ്മൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് 4ാമത്തെ പാദം ഭഗവാൻ നൽകും. അതല്ലേ വേണ്ടത് നമുക്ക്? ഗുരുവിന്റെ അടുക്കൽ നിന്ന് മാത്രം വിദ്യ പൂർണ്ണമായി ലഭിക്കുന്നില്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോയാൽ ആ ഗുരുവിൽ നിന്ന് മാത്രം നമുക്ക് പൂർണ്ണമായിട്ട് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. പിന്നെന്താ പറയുന്നത്? ശിഷ്യന്റെ പരിശ്രമം, അതാണ് അവിടെ ഇമ്പോർട്ടന്റ്. നമ്മൾ പറഞ്ഞു തരുന്ന അറിവുകൾ നമ്മൾ പരിശ്രമിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. സതീർത്ഥ്യരുമായി ചെയ്യുന്ന ആലോചന, അതായത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മളൊരു ഡിസ്കഷൻ വെച്ചാൽ, അവരുമായിട്ട് നല്ല രീതിക്ക് ആലോചിച്ച് ഒരുപാട് കാലം ഗ്രന്ഥപരിചയം മുതലായവ കൊണ്ടൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാവും. നമ്മൾ ഒരുപാട് കാലം പഠിക്കണം, എങ്കിലേ നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാവും. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കുറച്ചു നാൾ വായിച്ചത് കൊണ്ട് നമുക്കൊരു വിദ്യാഭ്യാസം, ഒരു അറിവ് ലഭിക്കില്ല. ഗുരുകുല വിദ്യാഭ്യാസം ഉപേക്ഷിച്ചാൽ, അതായത് ഗുരുകുലവാസം, ഗുരുകുലത്തിൽ ജീവിക്കുന്നത് കഴിഞ്ഞാലും വിദ്യാഭ്യാസം തുടരണം. അതായത് നമ്മൾ പറയണം, ഓഫ് ഞാൻ +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, എന്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയല്ല. ഒരു മനുഷ്യൻ മരിക്കുന്നത് വരെ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്നത് വരെ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഒരു ചെറിയ കുട്ടിയിൽ നിന്ന് പോലും നമ്മൾ അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. അപ്രകാരം ദീർഘകാലം കഴിയുമ്പോൾ ആ വ്യക്തി ഒരു വിദ്വാനായി മാറും. ഒരുപാട് അറിവുകൾ ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി നമ്മൾ ചില വിഷയങ്ങളിൽ ആൽമരം പോലെയും ചില വിഷയങ്ങളിൽ നമ്മൾ പുല്ല് പോലെയും ആയിരിക്കണം. ആൽമരം എല്ലാത്തിനെയും പ്രതിരോധിച്ച് ശക്തമായി ക്ഷമയോടുകൂടി നിൽക്കും. പുല്ലാണെങ്കിലോ ആര് ദ്രോഹിച്ചാലും സഹിക്കും, ക്ഷമിക്കും. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മൾ എന്താവും?
കുറെ കഴിയുമ്പോൾ നല്ല വിദ്വാനായി മാറും. പെട്ടെന്നൊന്നും അങ്ങനെ ഒരു വിദ്വാൻ ആവില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും അങ്ങനെ ആവില്ല. വിദ്വാൻമാർക്ക് ജ്ഞാനവിഷയമാകുന്ന ബ്രഹ്മം അരൂപമാകുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് ജ്ഞാനവിഷയം, അതായത് ഭഗവാനെ കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനാണ്. വേറെ ഒന്നും തേടിപ്പോണ്ട കാര്യമില്ല, അത് ഭഗവാൻ തന്നെയാണ്. എന്നാൽ സ്വയം പ്രകാശ സ്വരൂപമാകുന്നു. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള അറിവിനെ നമ്മൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് കാലദേശാദികളാൽ അരിചിന്തനമാകയാൽ പൂർണ്ണമാകുന്നു. അത് ഒരു കാലത്തിനും ഒരു ദേശത്തിനും ഒരു സ്ഥലത്തിനും ഒന്നും അതിനൊരു ഒരു തടസ്സമാവുന്നില്ല. ഒരു തടസ്സവും ഇല്ല. അത് എന്ത് ചെയ്യണം? നമ്മള് നമ്മുടേതായ ആ ഒരു ലിമിറ്റിൽ നിന്നിട്ട് ഏത് ലോകത്ത് പോയാലും ശരി, ഏത് സാഹചര്യത്തിലായാലും ശരി, നമ്മള് സ്വസ്ഥമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഒരു സ്ഥലവും ഒരു കാലവും ഒന്നും നമ്മുടെ അറിവിനോ നമ്മുടെ ജീവിതത്തിൽ ആ അറിവ് പ്രാക്ടീസ് ചെയ്യുന്നതിനോ നമുക്കൊരു തടസ്സമല്ല. എവിടെ പോയാലും ജപിക്കാം. അയ്യോ, ഞാൻ എൻ്റെ വീട്ടിലിരുന്നാൽ മാത്രമേ ജപിക്കൂ, ഞാൻ ഇന്നടത്ത് ഇരുന്നാലേ ശരിയാവും, അങ്ങനെയല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ പോയാലും ശരി നമുക്ക് ജപിക്കുകയും വായിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അതിനൊരു കാലവും ദേശവും ഒന്നും നമുക്കൊരു തടസ്സമല്ല. പിന്നെന്താ പറയാ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ ഉദ്ധരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പൂർണ്ണം ജീവനാകുന്നു. പൂർണ്ണമായിരിക്കുന്നത് എന്താണ്? ഭഗവാനാണ്. ആ പൂർണ്ണമായിരിക്കുന്ന പൂർണ്ണത്തിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് പൂർണ്ണത്തെ ഉദ്ധരിക്കുന്നു. ഭഗവാനിൽ നിന്ന് ആത്മാവിനെ ഉദ്ധരിക്കുമ്പോൾ രണ്ടാമത്തെ ആ പൂർണ്ണം എന്ന് പറയുന്നത് ജീവനാണ്, അല്ലെ? ഭഗവാനാകുന്ന നിത്യജീവനിൽ നിന്ന് ജീവനാകുന്ന നമ്മൾ പുറത്തു വരുന്നു. പരമാത്മാവിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് വരുന്നു. പൂർണ്ണമായ പരമാത്മാവിൽ നിന്ന് വേർതിരിച്ചാതാകയാൽ ജീവനും പൂർണ്ണമാണ്. നമ്മുടെ ആത്മാവും പൂർണ്ണം തന്നെയാണ്. പൂർണ്ണമായിരിക്കുന്ന പരമാത്മാവിൽ നിന്നാണ് നമ്മുടെ ആത്മാവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും പൂർണ്ണമാണ്, ഒരു കുറവുമില്ല. ദേഹേന്ദ്രിയാദികൾക്ക് സാക്ഷ്യമായിരിക്കുന്ന ആത്മരൂഹത്തെ ദേഹാദികളിൽ നിന്ന് വേർതിരിച്ചാൽ സച്ചിദാനന്ദ രൂപവും അതീതവുമായിരിക്കുന്ന ആത്മാവായി അവശേഷിക്കുന്നു. അതായത് നശിച്ചു പോകുന്ന ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ ആത്മാവായിട്ട് അത് മാറി നിൽക്കുകയാണ്, അല്ലെ? അത് ഇന്ന വ്യക്തി എന്ന് പറയില്ല, അതൊരു ആത്മാവാണ്, ജീവാത്മാവ്. അത് പരമാത്മാവിനെ ലക്ഷ്യമാക്കി പോകും. അപ്പം ഈ സച്ചിദാനന്ദമാകുന്ന നമ്മുടെ ദേഹം, ആ രൂപം മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി കത്തിക്കും, അല്ലെ? കുഴിച്ചിടും. പിന്നെ അതിൽ നിന്ന് വേർപെടുന്ന ആത്മാവ് എന്താണ്? അത് ആത്മാവായിട്ട് തന്നെ അവശേഷിക്കും. അത് നിത്യമാണ്, നാശമില്ലാത്തതാണ്, അനശ്വരമാണ്, അത് പൂർണ്ണമാണ്. ആ പരമാത്മാവിന് തുല്യമായ ഒരു വസ്ത്രവും ഇല്ല. ആത്മാവിനും പരമാത്മാവിനും തുല്യമായിട്ട് ഒരു വസ്ത്രവും ഇല്ല. ശരീരം എന്ന് പറയുന്ന ഒരു വസ്ത്രമാണ്, അത് അഴുകിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. പക്ഷെ ആത്മാവിനും പരമാത്മാവിനും തുല്യമായിട്ട് മറ്റൊന്നുമില്ല. അതിനെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാക്കാൻ സാധിക്കില്ല. ശരീരത്തിനാണ് ഇന്ദ്രിയങ്ങൾ ഉള്ളത്. കാത്, കണ്ണ്, മൂക്ക്, ചെവി, ഇതൊക്കെ ശരീരത്തിനാണുള്ളത്. ആത്മാവിന് ഇതൊന്നുമില്ല. ഇന്ദ്രിയ സുഖങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കില്ല, ഒന്നും ബാധിക്കില്ല. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടുമല്ലാതെ ഒന്നുകൊണ്ടും ബ്രഹ്മത്തെ അറിയാൻ സാധിക്കില്ല. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും മാത്രമേ ഗുരുവായൂരപ്പനെ അറിയാൻ സാധിക്കൂ. അല്ലാതെ ഗുരുവായൂരപ്പനെ നമുക്ക് അറിയാനേ സാധിക്കില്ല. മനോബുദ്ധികൾക്ക് മാത്രം പോരാ, ഹൃദയസ്ഥിതിനായിരിക്കുന്ന പരമേശ്വരന്റെ അനുഗ്രഹം കൂടി വേണം അതിനെ അറിയുവാൻ. നമ്മൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഭഗവാനെ അറിയാൻ സാധിക്കും. മനസ്സിലായില്ലേ? അനു മാതാജി, ഒന്ന് സമാധാനത്തോടെ ഇരിക്കൂ. ഈ ലൈവ് ക്ലാസ്സിൽ എന്തോരം വട്ടം നമ്മൾ പറയുന്നു. മാതാജി ഇങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ എല്ലാവരുടെ ശ്രദ്ധയും പോവാണ്. മാതാജി ഒന്ന് സമാധാനത്തോടെ ഇരിക്കൂ, അത് ശരിയാവും. എത്ര പറഞ്ഞാൽ അനു മാതാജിയുടെ തലയിൽ കയറില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഒന്ന് ക്ഷമയോടെ ഇരിക്കും മാതാജി. കുടുംബ വിഷയങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അതൊക്കെ നമ്മൾ ക്ഷമയോടെ അങ്ങോട്ടേക്ക് കൈകാര്യം ചെയ്തു പോകണം. അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ചോട്ടെ. മാതാജി എന്തിനാണ് അതിന് വയലന്റ് ആവുന്നത്? മാതാജി ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കൂ. കിടന്നിങ്ങനെ വെപ്രാളപ്പെട്ട് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങളെല്ലാം ഇപ്പൊ ലൈവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇങ്ങനെ വയലന്റ് ആവാതിരിക്കൂ, ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കൂ. ഭഗവാനെ പ്രാർത്ഥിക്കൂ, ജപിക്കൂ. മുന്നോട്ടുള്ള ജീവിതം ഭഗവാൻ സുഗമമാക്കി തരും. സ്വയം ആദ്യം പോയി മനസ്സ് ശാന്തമാക്കി ജപിക്കൂ. അപ്പോഴേ ഭഗവാന്റെ പ്രസാദം നമ്മളിലേക്ക് വരൂ.
അല്ലാതെ ഇതേന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈഫ് സ്പോയിലായി പോകും അനുമാതാജി. സ്വസ്ഥമായിട്ട് അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നു, ജപിക്കൂ, ഭഗവാനെ പ്രാർത്ഥിക്കൂ. ഈ കർമ്മദോഷങ്ങളിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ജപമാണ്. ആ ജപത്തിലൂടെ മുന്നേറൂ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കും. സമാധാനമായിട്ട് ഇരിക്കൂ. ഓക്കെ. അപ്പോ നമുക്ക് മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും മാത്രമല്ല, ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാനും കൂടി വിചാരിക്കണം, വേണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? സാത്വിക മനോഭാവത്തിലൂടെ മുന്നോട്ട് പോകണം. സാത്വിക മനോഭാവത്തിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെ അറിയുന്നവർ മരണമില്ലാത്തവനായിത്തീരുന്നു. അങ്ങനെയാണ് നമ്മുടെ ശീലപ്രഭുപാജി, നമ്മുടെ ഗുരു പരമ്പര. അവർക്ക് ആർക്കും മരണമില്ല. കാരണം എന്താ? അവരൊക്കെ ഭഗവാനെ അറിഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഭഗവാനിലേക്ക് മാത്രം മനസ്സും ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ കൊടുത്തവരാണ്. അവർക്ക് മരണമില്ല, അവർക്ക് അവസാനമില്ല. അവരുടെ ജീവിതം എന്നെന്നും ഭഗവാന് വേണ്ടി സമർപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഭഗവാനെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഭഗവാൻ നമുക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി തരും. മനസ്സിലായില്ലേ? നമ്മള് എന്താ പറയാ, ഒരുപാട് സങ്കല്പിച്ച് കൂട്ടരുത്. സങ്കല്പിച്ച് ഒന്നും അല്ലാതായി തീരും. എക്സ്പെഷ്യലി അനുമാതാജി. ഞാൻ അനുമാതാജിയോട് വൃത്തിയായിട്ട് പറഞ്ഞു, മാതാജിയുടെ ഹസ്ബൻഡ് വിദേശത്താണ്, മാതാജി ഉള്ളത് മാതാജിയുടെ വീട്ടിലാണ്, മക്കളും അവിടെയുണ്ട്. നിങ്ങൾ അവിടെ സുരക്ഷിതരായിട്ടിരിക്കൂ. അദ്ദേഹത്തിന്റെ അമ്മ ഉള്ളത് അവരുടെ വീട്ടിലാണ്. നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ളവർ നിങ്ങളെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാതിൽ വാങ്ങാതിരിക്കൂ. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരിക്കൂ. ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മളിങ്ങനെ വെറുതെ കുറെ അവരെടുത്ത് കേട്ട് കുറെ ഇവരെടുത്ത് കേട്ട് അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞ് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കൂ. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരും. ഈ സമയവും കടന്നുപോയി നമുക്കൊരു സ്വസ്ഥത തരും. ഇല്ലാതാവില്ല. പേടിക്കാതെ ഇരിക്കൂ. ധൈര്യമായിട്ട് ഇരിക്കൂ. മറ്റുള്ളവരുടെ വാക്കുകളല്ല കുടുംബജീവിതത്തിൽ കേൾക്കേണ്ടത്. അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയാണ്, ജന്മം നൽകിയ അമ്മയാണ് വിളിക്കുന്നത്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുത്തോട്ടെ. നിങ്ങളുടെ ഭാഗത്ത് ധർമ്മം ഉണ്ടെങ്കിൽ ആ ധർമ്മമേ ജയിക്കൂ. വിഷമിക്കാതെ ഇരിക്കൂ. ഇതിന്റെ അപ്പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതിനെന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുമോ? ഒരു സൊല്യൂഷനും കിട്ടില്ല. ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടണ്ട. ആദ്യം അനുമാതാജി എന്ത് ചെയ്യുക? ഈ അയൽപക്കത്തെ ആളുകൾ വിളിക്കുന്ന ആ ആളുകളെ അങ്ങോട്ട് ഒഴിവാക്ക്. അവിടെ എന്ത് നടക്കുന്നു, അവിടെ ഫോൺ വരുന്നു, അവരെന്ത് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ വിളിച്ചു പറയുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കാനേ നിൽക്കല്ലേ. എല്ലാം അവോയ്ഡ് ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെയും നിങ്ങളുടെ മക്കളെയും മാത്രം ഫോക്കസ് ചെയ്യൂ. കുടുംബജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾക്ക് സ്ഥാനം കൊടുക്കാതിരിക്കൂ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അദ്ദേഹം വിളിക്കും, അദ്ദേഹം വരും. പോസിറ്റീവ്ലി തിങ്ക് ചെയ്യൂ. അതെ, വെറുതെ അനാവശ്യമായിട്ട് അവരും വരും അതും ഇതും പറഞ്ഞു തരുമ്പോ അവരെ അങ്ങോട്ട് ഒഴിവാക്ക്. എന്തിനാ അവരെ വിളിക്കാൻ പോണ്ട കാര്യം? ഇനിയിപ്പൊ ഈ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് മാതാജിയുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ മക്കളുടെ പഠിപ്പ് പോയി എന്ന് പറയുകയാണെങ്കിൽ മാതാജി ഒരു കൊല്ലം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടട്ടെ അങ്ങട്. അടുത്ത കൊല്ലം അതേ ക്ലാസ്സിൽ ഒന്നുകൂടെ പഠിച്ചെന്ന് ഓർത്തിട്ട് മാന ഇടിഞ്ഞു വീഴില്ല. മനസ്സിലായില്ലേ? ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ചില അച്ഛനമ്മമാരൊക്കെ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ അതേ ക്ലാസ്സിൽ വേറെ മറ്റൊരു സ്ഥലത്ത് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ ബിഗ് ഇഷ്യൂ അല്ല മാതാജി. ഇതൊക്കെ ഒന്ന് സ്വസ്ഥമായി ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ അവരെയും വരെയും ഒക്കെ വിളിച്ച് അതങ്ങനെ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? ക്ലാസ് കഴിഞ്ഞു, സ്വസ്ഥമായി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം. മൊയിലൊക്കെ കഴുകി വന്ന് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് കുറച്ചു നേരം മാല ജപിച്ച് ഭഗവാനോട് മനസ്സ് തുറന്ന് സംസാരിച്ച് കിടന്നുറങ്ങും. എന്തെല്ലാം പ്രശ്നങ്ങൾ! നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. അദ്ദേഹം ജന്മം നൽകിയ മക്കൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹം വരും. ഇനി വന്നില്ലേ സ്വന്തം കാലിൽ അങ്ങ് ജീവിക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? സ്വന്തം കാലിൽ അങ്ങ് ജീവിക്കുക. എത്ര മാതാജിമാര് നമ്മുടെ ലൈവില് സ്വന്തമായി കുടുംബം പോറ്റി ജീവിക്കുന്നു എന്നറിയോ? അനുമാതാജിക്ക് കൈയും കാലും കണ്ണും മൂക്കും നാക്കും ചെവിയൊക്കെ നമുക്ക് ഈശ്വരൻ തന്നിട്ടില്ലേ?
നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് മാതാജി. നിങ്ങളൊരു അമ്മയാണ്, നിങ്ങളൊരു പ്രസവിച്ച അമ്മയാണ്. അത് ഒരാളെയല്ല, 2 മക്കളെ. അപ്പൊ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ അമ്മമാർക്കാണ് തന്റെ ഇടം വേണ്ടത്, അല്ലേ? ഭർത്താവ് ഉപേക്ഷിച്ച് എത്ര സ്ത്രീകളുണ്ട് ഇന്ന് സമൂഹത്തില്? ഭർത്താവ് മരിച്ചുപോയ എത്ര സ്ത്രീകളുണ്ട് സമൂഹത്തില്? നിങ്ങൾ 24 hours നിങ്ങൾ ഈ അമ്മായിയമ്മയെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാതെ അവരവരെ പാട്ടിനങ്ങ് വിടൂ. അവരവരെ മകനെ വിളിക്കേ, സംസാരിക്കേ, അവർ തമ്മിൽ കുനിഷ്ട് പറയേ, കൂനായ്മ പറയേ, എന്താ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഉള്ള ബാധ്യതകൾക്കുള്ള പണം അദ്ദേഹം അയച്ചു തരുന്നില്ലേ? ആ പണം എടുത്തിട്ട് അടയ്ക്കാനുള്ള അടവുകളും അടച്ച് സ്വസ്ഥമായിട്ട് അങ്ങോട്ട് ഇരിക്കൂ. സംസാരിച്ചില്ലേ സംസാരിക്കണ്ട, വിളിച്ചില്ലേ വിളിക്കണ്ട. അദ്ദേഹത്തിന്റെ മക്കളെ വേണം തോന്നുന്ന കാലത്ത് വരട്ടെ. തൊട്ടപ്പുറത്തെ ആൾക്കാരെല്ലാം നമ്മുടെ കുടുംബജീവിതം വിധി എഴുതേണ്ടത്. നമ്മളാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ സമാധാനത്തെ നിലനിർത്തേണ്ടത്. എപ്പോഴും അതേ ചിന്തിക്കാതെ. അതുകൊണ്ട് മാതാജി കുറച്ചൊന്ന് റിലാക്സ് ആവും. ഇങ്ങനെ ഇതേ ആലോചിച്ച് ഇങ്ങനെ അഡിക്ഷൻ ആവരുത് ഒരു ബന്ധത്തിലും. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സ്വയം ജീവിതത്തിലെ സമാധാനം കളയുന്നത്? ഇതുകൊണ്ട് എന്താ ലാഭം? ദുബായിലിരിക്കുന്ന ആളിങ്ങോട്ട് ഓടി വരുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മായിയമ്മയും അയൽവക്കക്കാരും സംസാരം നിർത്തൂ? ഇല്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കൂ മാതാജി. ആ മക്കൾക്ക് വേണ്ടി ജീവിക്കൂ. ഇനി ഒന്നും നടന്നില്ലേ, മക്കളെ നിയറസ്റ്റ് സ്കൂളിലേക്ക് മാറ്റൂ. ഇനി അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ലോങ് ലീവ് അങ്ങ് എഴുതി കൊടുക്ക്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ട്. സമാധാനത്തോടെ ഇരുന്നാലേ ആ സൊല്യൂഷൻ കിട്ടൂ. ഇല്ലേ സൊല്യൂഷൻ കിട്ടില്ല. മനസ്സിലായില്ലേ? ഒരു സൊല്യൂഷനും കിട്ടില്ല. ജീവിതം വേസ്റ്റ് ആയി പോകും മാതാജി. ഞാൻ ഈ പറഞ്ഞു തരുന്നതിന്റെയും 100 ഇരട്ടി നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്നിട്ട് അതും കേൾക്കാതെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇതേന്ന് പറഞ്ഞിരുന്ന മാതാജിക്ക് വല്ല അസുഖവും വരും. ആ 2 പിഞ്ചു മക്കൾക്ക് ഒരമ്മയില്ലാതെയായി പോവും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് റിലാക്സ് ആക്കി വെച്ചിട്ട്, ഇതിനൊക്കെ നമുക്കൊരു സമയമുണ്ടല്ലോ. ആ സമയം വരുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. ആ സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കും. കുടുംബ ബന്ധങ്ങളാണ് മാതാജി പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഭൂമിയിൽ ഒരാളുടെ കുടുംബത്തിലും പ്രശ്നങ്ങളില്ലാത്തതില്ല. കാരണം 2 വ്യക്തികളാണ് ജീവിക്കുന്നത്. ഒരു ഭാര്യയും ഒരു ഭർത്താവും. ആ സ്ത്രീ ജീവിച്ച സാഹചര്യത്തിലല്ല ആ പുരുഷൻ ജീവിച്ചു വന്നത്. ആ പുരുഷൻ ജീവിച്ചു വന്ന സാഹചര്യത്തിലല്ല സ്ത്രീ ജീവിച്ചു വന്നത്. 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ പരസ്പരം ആദ്യത്തെ 6 മാസം ശരീരത്തോടുള്ള ആസക്തി കൊണ്ടാണ് ആ ഒരു മനോഹരമായ സമയം നിലനിന്നത്. അതെല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെയാണ്. 6 മാസം കാണുമ്പോൾ സ്ഥിരമായി കാണുന്ന ഈ ശരീരത്തിനോട്, അത് ഏത് വസ്തുവിനോടും നമുക്കൊരു വിരക്തി തോന്നും. ഏത് വസ്തുവിനോടും നമുക്കൊരു വിരക്തി തോന്നും. ആദ്യം ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും, അല്ലെ? ആ ഡ്രസ്സ് ഒരു 10 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്ന് മാറ്റി വെക്കും. ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, വീണ്ടും കഴിക്കാൻ ആഗ്രഹം. 10 പ്രാവശ്യം കഴിച്ചാൽ ആ ബിരിയാണിയോടുള്ള ഇഷ്ടം കുറയും. ഒരു മൊബൈൽ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് സൂക്ഷിക്കും, പിന്നെ കിട്ടിയോടത്തെല്ലാം വെക്കും. ഇതാണ് ലൈഫ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരായാൽ ആദ്യത്തെ 6 മാസം ആ ശരീരത്തോടുള്ള വലിയൊരു ആസക്തി 2 പേർക്കുള്ളിലും നിലനിൽക്കുന്നുണ്ട്. പുരുഷന്റെ ഉള്ളിലുമുണ്ട്, സ്ത്രീക്കുള്ളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ അവരുടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ കൊണ്ടും അവർക്കുള്ളിൽ ഭയങ്കര മധുരമായിരിക്കുന്ന നിമിഷങ്ങളാണ് ഉണ്ടാവുന്നത്. ആ ഒരു 6 മാസം കഴിയുമ്പം നമ്മൾക്ക് ആ ഒരു ആസക്തിക്ക് കുറവ് വരും. ആ കുറവിന് ശേഷം നമ്മൾ നിലനിർത്തുന്നതാണ് യഥാർത്ഥ ജീവിതം. അത് മനസ്സിലാക്കണം. ആ യഥാർത്ഥ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ വിജയിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിനെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അതിനെങ്ങനെ തരണം ചെയ്യണം? സമാധാനത്തോടെ, ക്ഷമയോടെ മുന്നോട്ട് പോകണം. നമുക്ക് ക്ഷമയാണ് വേണ്ടത്. അദ്ദേഹം അനുമാതാജിയുടെ ജീവിതത്തിൽ വന്നിട്ട് മാക്സിമം ഒരു 10-12 വർഷമായി കാണും. അതിനു മുൻപേ അദ്ദേഹം
ജനിച്ച ആ നിമിഷം മുതൽ കാണുന്ന സ്ത്രീനെയാണ് അദ്ദേഹം വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ അമ്മയെ. വിളിച്ചോട്ടെ. മാതാജിയെ കൊണ്ടെന്നല്ല, ഈ ഭൂമിയിൽ അത് ആരെ കൊണ്ടും തടയാൻ പറ്റില്ല, തടയാനും പോണ്ട. അതാദ്യം ആലോചിക്കൂ. അദ്ദേഹം എത്ര വേണമെങ്കിലും വിളിച്ചോട്ടെ, അവർ തമ്മിൽ എന്തും സംസാരിച്ചോട്ടെ. എന്തായാലും മാതാജി മാതാജിയുടെ വീട്ടിലാണ്, അദ്ദേഹം ദുബായിലാണ്, അദ്ദേഹത്തിന്റെ അമ്മ അവരുടെ വീട്ടിലാണ്. മാതാജി കിടന്നിട്ട് അവര് വീണ്ടും വിളിക്കുന്നു വീണ്ടും വിളിക്കുന്നു വീണ്ടും വിളിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഈ കയറ് പൊട്ടിക്കുന്നത് ശരിയല്ല. കാരണം എന്താണെന്നറിയോ? മാതാജി എങ്ങനെ കണ്ടു അവര് വിളിക്കുന്നത്? ആരെങ്കിലും പറഞ്ഞു തരാതെ കാണൂ? ഈ പറഞ്ഞു തരുന്ന മൂന്നാമത്തെ പേഴ്സണെ കൊണ്ട് ആദ്യം ചവിറ്റുകൊട്ടയിലിട. എന്തിനാ പറയുന്നത്? എന്തിനാ അത് കേൾക്കുന്നത്? നമ്മളെ വേണ്ടാത്ത ഒരാളുടെ പിന്നാലെ നമ്മൾ എന്തിനാ പോണത്? 2 മക്കളില്ലേ നമുക്ക്? ആ മക്കളെ നമുക്ക് പോറ്റണ്ടേ? അവർക്ക് നഷ്ടപ്പെട്ട ഈ അധ്യയന വർഷം നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? മാതാജിക്ക് ആവശ്യമുള്ള എന്താ പറയാ, നിങ്ങളുടെ ബാധ്യതകളുടെ പണം അദ്ദേഹം അയക്കുന്നില്ലേ? അത് വെച്ചിട്ട് കൃത്യമായിട്ട് ആ ബാധ്യതകൾ അങ്ങ് തീർക്കുക. എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോ. ബി ബോൾഡ്. തളരല്ല ചെയ്യേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കയ്യും കാലും നഷ്ടപ്പെട്ടവൻ പോലും ആ കയ്യും കാലും നഷ്ടപ്പെടുത്തപ്പെട്ട സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് ജോലി ചെയ്ത് ജീവിച്ച് സമ്പാദിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? നമ്മൾക്ക് അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾക്ക് കുറച്ച് സ്വർണ്ണോ പൈസയോ ആയിരിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവല്. അത് ഇനിയും ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. നമ്മൾക്ക് ഇനി നമ്മൾക്കല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. എന്തിനാ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഇത് നല്ല സമയമാണ് മാതാജി. ഈ സമയം മാതാജിയെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഈശ്വരനാണ് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തോ വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. അദ്ദേഹം അറിയാതെ ഒരു ഇല പോലും ചലിക്കുന്നില്ല ഈ ഭൂമിയിൽ. അത് ആദ്യം ചിന്തിക്കൂ. ഗുരുവായൂരപ്പൻ അറിയാതെ ഒരു ഇല പോലും ചലിക്കുന്നില്ല. അദ്ദേഹം എന്തോ നല്ല തീരുമാനത്തിന് വേണ്ടിയാണ് മാതാജി ആ വീട്ടിൽ നിന്ന് ഇപ്പം മാറ്റിയിരിക്കുന്നത്. അപ്പൊ ആ നല്ല സമയത്തെ ഭഗവാന്റെ തീരുമാനമായി കണ്ട് ശാന്തതയോടുകൂടി അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിക്കൂ. അദ്ദേഹം നന്മയെ ചെയ്യൂ. അദ്ദേഹം ഒരാൾക്കും തിന്മ ചെയ്യില്ല. ഈ സമയം നിങ്ങൾ 3 പേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്, എന്തോ വലിയ അത്യാപത്തുകളൊക്കെ സംഭവിക്കും. ഇനി അതല്ല, നിങ്ങൾ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ മേ ബി എന്തെങ്കിലും അത്യാപത്തുകൾ സംഭവിച്ചേക്കാം. അതിന് ഭഗവാനാണ് ഈ ഒരു സാഹചര്യം മാതാജിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നിൽക്കുക. കുറച്ചു ദിവസം കഴിയട്ടെ. നിങ്ങൾ ആരെയും വിളിക്കാൻ പോണ്ട, ഒരാളെയും വിളിക്കണ്ട. നിങ്ങൾ ജന്മം നൽകിയ മക്കളെക്കാൾ വലുതല്ല നിങ്ങൾക്ക് ഈ ഭൂമിയിലൊന്നും, അല്ലേ? ആ ജന്മം നൽകിയ മക്കൾ നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവരെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ആ മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കൂ, ഭഗവാനെ ചേർത്ത് പിടിക്കൂ, മുന്നോട്ട് ജീവിക്കൂ. ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതിനൊരു പരിഹാരം ഭഗവാൻ കൊണ്ടുവരും. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. ബി പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. എപ്പോഴും സത്യമേ തിങ്ക് ചെയ്യാൻ പാടൂ, ധർമ്മമേ തിങ്ക് ചെയ്യാൻ പാടൂ. പോസിറ്റീവായിട്ട് ചിന്തിക്കണം, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഓക്കെ? സമാധാനമായിട്ട് പോയിട്ട് കാലുമുഖമൊക്കെ കഴുകി കുളിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മക്കൾ ചോദിച്ചാൽ മക്കളോട് പറയാ, അച്ഛൻ ജോലിയിലാണ്, തിരക്കിലാണ്, അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മക്കളെ ആ രീതിയിൽ വളർത്തില്ല. അല്ലാതെ മക്കളെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ അയ്യോ പത്തോ എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞ് നിങ്ങൾ വിഷമിച്ച് മക്കള് അച്ഛൻ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ മക്കളുടെ മുമ്പിൽ അവർക്ക് ജന്മം നൽകിയ അച്ഛൻ ഒരു ഭീകരനായി മാറുകയാണ് മാതാജി. അതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഭഗവാന്റെ കാരുണ്യത്താൽ നാളെ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും. പക്ഷെ ഈ മക്കളുടെ കുഞ്ഞു ഹൃദയത്തിൽ പതിക്കുന്ന ഈ മുറിവ് അത് നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്നത് വലിയ അധർമ്മമായി തീരും. നാളെ ആ മക്കൾ തിരിച്ചു ചോദിക്കും, എന്റെ അമ്മയെ കരയിച്ചവനല്ലേ നിങ്ങൾ? അവിടെ തീരുന്നു മക്കളും അച്ഛനുമായിട്ടുള്ള ബന്ധം. ഇതൊക്കെ സാഹചര്യമാണ്, നമ്മുടെ കർമ്മഫലമാണ്. അതിന് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരിക്കലും അവർക്ക് ജന്മം നൽകിയ അച്ഛനെ ഒരു നെഗറ്റീവ് സ്ഥാനത്ത് കൊണ്ടുപോയി നമ്മൾ അമ്മമാരെ നിർത്തരുത്. നിങ്ങളുടെ വേദനകൾ നിങ്ങൾ സഹിക്കൂ.
അത് മക്കളുടെ മുമ്പിൽ കാണിക്കാതെ ഇരിക്കൂ. മക്കൾ ചോദിച്ചാലും അപ്രിയ സത്യങ്ങൾ പറയാതെ ഇരിക്കൂ. അച്ഛൻ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അച്ഛൻ തിരക്കിലാണ്. ആ രീതിയിൽ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകും. അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും മക്കളെ മുമ്പിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നമ്മൾ നിർത്തരുത്. മനസ്സിലായില്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നായി കഴിഞ്ഞാൽ ഈ മക്കളുടെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളെ നിങ്ങൾ മാറ്റാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് അവർക്കുള്ളിൽ ഇന്ന് കടന്നു പോകുന്ന ചിന്തകളെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇനി ഇതെല്ലാം പോട്ടെ, നിങ്ങളെ കൈപിടിച്ച് ഏൽപ്പിച്ച നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും ഉള്ളില് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? ഒരു ഭാര്യയ്ക്ക് എങ്ങനെ നോക്കിയാലും ഒരു ഭർത്താവിനോട് കുറച്ചു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റും. പക്ഷെ ഒരു ഭാര്യയുടെ അച്ഛനമ്മമാർക്ക് സ്വന്തം മകളെ കണ്ണീര് കുടിപ്പിച്ച് ഒരു ഭർത്താവിനോട് ക്ഷമിക്കാൻ പറ്റില്ല. എന്തിനാ നിങ്ങൾ എല്ലാ വ്യക്തിബന്ധങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ കുറച്ച് ബോൾഡ് ആണെങ്കിൽ എത്ര ബന്ധങ്ങൾ തകരാതിരിക്കുന്ന അറിയോ നിങ്ങൾക്ക്? ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ മക്കൾക്കുള്ളിൽ ഒരു തെറ്റായ ചിന്ത വരില്ല അച്ഛനെ കുറിച്ച്. നിങ്ങളുടെ അച്ഛനമ്മയ്ക്കും സഹോദരങ്ങൾക്കുള്ളിലും നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചൊരു തെറ്റായ ചിന്ത വരില്ല. അതുകൊണ്ട് നിങ്ങൾ സമാധാനം കൈവരിക്കൂ. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. വ്യക്തിബന്ധങ്ങളെ നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. സമാധാനത്തോടെ ഇരിക്കൂ, ഭഗവാനോട് പ്രാർത്ഥിക്കൂ. ഇതിനൊരു എന്താ പറയുക, ഒരു നല്ല പരിസമാപ്തി, പോസിറ്റീവായിട്ടിരിക്കുന്ന നല്ല കുടുംബജീവിതം അത് നിങ്ങൾക്ക് ഭഗവാൻ തരും. നാരായണീയം എടുത്ത് വായിക്കൂ, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ. കൃഷ്ണൻ ഒരു കണ്ണുനീരില്ലാത്ത മീൻസ് കണ്ണിൽ ചോരയില്ലാത്തൊരു വ്യക്തിയല്ല, നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ നിങ്ങളോട് കരുണ കാണിക്കും. ആ കരുണ കാണിക്കുന്ന ദിവസത്തിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെയുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി വല്ല നിയമസഹായമാണ് വേണ്ടതെങ്കിലും അതും മഞ്ജരീസ് ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കൂ, എല്ലാ പ്രശ്നങ്ങളും മാറും. ഓക്കെ? മക്കൾക്ക് മുമ്പിൽ ഒരു തെറ്റായ ഒരു വലിയ ഭീകരനാക്കി അച്ഛനെ മാറ്റരുത്. നിങ്ങളും അദ്ദേഹവും തമ്മിലാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ മക്കളെ വെറുപ്പിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പൈസ അയക്കുന്നത്. അത് ചിന്തിക്കൂ. ഓക്കെ? അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിലൂടെ നല്ല ഒരു ദിവസം നാളത്തേക്ക് ആശംസിക്കുന്നു. നാളെ രാവിലെ 7:30 മണിക്ക് പ്രഭാത മഞ്ജരി ഉണ്ടായിരിക്കും. പ്രഭാത മഞ്ജരിയിൽ എല്ലാവരും വരണം. സന്തോഷത്തോടെ ക്ലാസ്സുകൾ കേൾക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ജീവിതം നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ? നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. അത് ഭഗവാനിൽ സമർപ്പിച്ച് നല്ല വ്യക്തിത്വങ്ങളെ മുറുകെ പിടിച്ചിട്ട് സ്നേഹത്തോടെ, ക്ഷമയോടെ, ധർമ്മത്തോടെ, ന്യായത്തോടെ, നീതിയോടുകൂടി മുന്നോട്ട് ജീവിക്കുക. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. ഗുരുവായൂർ മഞ്ജരീസ് നമ്പർ 9342494941. हरे कृष्णा. सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय. गुरु महाराज की जय. राधा पवन परेशन की जय. गुड नाइट ऑल. हरे कृष्णा.